2023 തൊട്ട് 2026 ഇന്ന് വരെ നോക്കുകയാണെങ്കിൽ 25,000-ഓളം സ്റ്റുഡൻസിനെ നമ്മുടെ സൈബർ വേൾഡിന് ഗിഫ്റ്റ് ചെയ്ത ഒരു സിഇഒയും ഇനി മുന്നോട്ട് ഒരുപാട് സ്റ്റാർട്ടപ്സ് തുടങ്ങാൻ പോകുന്നവരെ ഇൻസ്പയർ ചെയ്യാനായിട്ട് അത്രയും കാലിബറുള്ള ഒരു മറ്റൊരു സിഇഒയുമാണ് നമ്മുടെ കൂടെയുള്ളത്. ദാറ്റ് ഇസ് വി ഹാവ് ഫറാൻ ബിൻ ഫാസിൽ, സിഇഒ ഓഫ് ഒഫൻസോ ഹാക്കേഴ്സ് അക്കാഡമി ആൻഡ് ഒഫൻസോയുടെ പുതിയൊരു ചാപ്റ്റർ ഒഫൻസോ ടെക് സ്കൂളിൻ്റെ സിഇഒ വി ഹാവ് മിസ്റ്റർ അജൽ സതീഷ് വിത്ത് അസ്. സോ ഇന്ന് നമ്മൾ കംപ്ലീറ്റ്ലി സംസാരിക്കാൻ പോകുന്നത് ടെക് സ്കൂളിനെ പറ്റിയോ ഒഫൻസോ ഹാക്കേഴ്സ് അക്കാഡമീനെ പറ്റിയിട്ടൊന്നുമല്ല. നമ്മുടെ കയ്യിലുള്ള 2 CEOs ആണ്. ആ CEOസിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാനുള്ള പാഠങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫറാനോടാണ്. 2023 ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്ന ഒരു യങ് മാൻ ആയിരുന്നു. ആ ഒരു സമയത്തുള്ളൊരു മൈൻഡ് സെറ്റ് എങ്ങനെയായിരുന്നു? വാട്ട് വാസ് യുവർ മൈൻഡ് സെറ്റ്? ആ ഒരു സ്റ്റാർട്ടപ്പ്, ഓക്കെ ഞാനൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പോകണം, ആ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ബിഫോർ സ്റ്റാർട്ടിങ് ലൈക്ക് മൈൻഡ് സെറ്റ് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് തുടങ്ങാനുള്ള റീസൺ പറയാമല്ലോ. ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ടുകൊണ്ടുണ്ടായിരുന്നു. എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് യൂട്യൂബാണ്. സൈബർ സെക്യൂരിറ്റിയോ ഒഫൻസോ ഒന്നുമല്ല. യൂട്യൂബിൽ ഇങ്ങനെ റാൻഡം ടെക്നോളജി വീഡിയോസ്, സൈബർ സെക്യൂരിറ്റി വീഡിയോസ്, ടെക് ടിപ്സ് എക്സെട്ര ഫൈൻ ഇതുപോലത്തെ വീഡിയോസ് ഇടുന്നുണ്ടായത്. എനിക്ക് കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ഉള്ളതും എനിക്കൊരു നോളജ് ഉള്ളതും അല്ലെങ്കിൽ എൻ്റെ ഒരു പാഷൻ എന്ന് പറയുന്നത് ഹാക്കിംഗ് ആണ്, എത്തിക്കൽ ഹാക്കിംഗ്. ഞാൻ അതിൻ്റെ ക്ലാസ്സിനെ ഇട്ട് നോക്കി ഒരിക്കൽ. ജസ്റ്റ് ഒരു പാർട്ട് ബൈ പാർട്ട് വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് ഇങ്ങനെ പാർട്ട് 1, 2, 3 ഫ്രീ ആയിട്ട് കൊടുത്തു. സൈബർ സെക്യൂരിറ്റി എഡ്യൂക്കേഷൻ ഫോർ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ട്. ഫസ്റ്റ് വീഡിയോയിൽ തന്നെ എനിക്ക് 1 മില്യൺ വ്യൂസും 100K സിൽവർ ബട്ടണൊക്കെ ഇങ്ങനെ വരിക. അത് 1-2 ദിവസം കൊണ്ട് ഈ പരിപാടിയൊക്കെ. അപ്പോൾ എനിക്ക് മനസ്സിലായി കേരളത്തിൽ എത്രത്തോളം ഡിമാൻഡിങ് ആണ് ഈ ഒരു സൈബർ സെക്യൂരിറ്റി കോഴ്സ് അല്ലെങ്കിൽ എത്തിക്കൽ ഹാക്കിംഗ്. അത് മനസ്സിലായി. പക്ഷെ നമ്മൾ ഈ യൂട്യൂബിൽ ഇടുന്നത് ഇൻട്രൊഡക്ഷൻ ടു ദ എത്തിക്കൽ ഹാക്കിംഗ്, അല്ലെങ്കിൽ നമ്മൾക്ക് വളരെ കോൺഫിഡൻഷ്യലായില്ല, അല്ലെങ്കിൽ മേ ബി യൂട്യൂബിന് അറിയില്ല ഇത് എത്തിക്കലാണോ അൺഎത്തിക്കലാണോ എന്ന്. സോ യൂട്യൂബിൻ്റെ അൽഗോരിതം ചില വീഡിയോസ് ഡിലീറ്റ് ചെയ്യും. നമ്മൾക്ക് എല്ലാം യൂട്യൂബിൽ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പം എനിക്ക് ഒരു തോട്ട് വന്നു, ലൈക്ക് വൈ നോട്ട് എ സ്ട്രക്ചേർഡ് പ്രോഗ്രാം, എല്ലാം ഒരു പാഠമാക്കി സിലബസ് ആക്കി അത് നല്ലൊരു രീതിയിൽ ഡെലിവറി ചെയ്തുകൂടാ, ഒരു അക്കാദമി ഫോം ചെയ്തുകൂടാ. സോ എനിക്ക് ഒറ്റയ്ക്ക് പറ്റോ? ഇല്ല. കാരണം എനിക്ക് പഠിപ്പിക്കാനറിയാം, കാരണം എനിക്ക് പഠിപ്പിക്കാനറിയാം, എൻ്റെ അടുത്ത് ക്ലാസ്സസ് ഉണ്ട്, ഇതൊക്കെയുണ്ട്. പക്ഷേ അതിന് നമ്മൾക്ക് വേറെ ആൾക്കാരുടെ സഹായം വേണം. അതാണ് എൻ്റെ കോഫൗണ്ടേഴ്സ്. ദാറ്റ്സ് ഹൗ വി ഫോംഡ്. ലൈക്ക് ഇവിടെ അജലുണ്ട്, നമ്മൾക്ക് അജലീസ് എനിക്ക് കണ്ണും പൊട്ടി പറയാം, സെയിൽസിൽ ഈസ് നമ്പർ 1. ലൈക്ക് മാർക്കറ്റിങ്ങും ആവട്ടെ, അതെന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയണ്ടാവില്ല, ബട്ട് അജൽ നോസ്. അതുപോലെ അതർ 7 പീപ്പിൾസ്, ഐ മീൻ എല്ലാവരും കൂടി 8 പീപ്പിൾസ്, അങ്ങനെയാണ് ഒഫൻസോ ഫോം ചെയ്യുന്നത്. ദാറ്റ്സ് ഹൗ വി സ്റ്റാർട്ടഡ് ഒഫൻസോ ഹാക്കേഴ്സ് അക്കാദമി. ഇതാണ് തുടങ്ങുന്ന സമയത്ത് എൻ്റെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് 100% കോൺഫിഡൻ്റ് ആണ്. അതാണ് എൻ്റെ മൈൻഡ് സെറ്റ്. കാരണം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള പീപ്പിളാണ് അല്ലെങ്കിൽ ടീമാണ് നമ്മളുടെ കൂടെ ഉള്ളത്. ഓക്കെ, സോ എൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മിസ്റ്റർ അജൽ സതീഷിനോടാണ്. അതായത് 2023 ഒരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അന്ന് കോ-ഫൗണ്ടർ, ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പോകുന്ന ഒരു യങ് മാൻ, ഫറാൻ പോലാണ് ഒരു യങ് മാൻ. ഇന്ന് ഒഫൻസോ ടെക് സ്കൂൾ എന്ന് പറയുന്ന ഒരു പുതിയ ഓർഗനൈസേഷൻ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ യു ആർ സ്റ്റാർട്ടിങ് ആൻഡ് യു ആർ ഗോയിങ് ടു ബിൽഡ് ഒരു ടൺ കണക്കിന് എന്നൊക്കെ പറയാം സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പോകുന്ന ആൾക്കാരെ ഇൻസ്പയർ ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ നാളെ സ്റ്റാർട്ടപ്പ് തുടങ്ങേണ്ടവർക്ക് വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ CEO ആണ്. ആൻഡ് ഹൗ വാസ് യുവർ ജേർണി ആൻഡ് വാട്ട് ഡു യു ഫീൽ റൈറ്റ് നൗ? ഫസ്റ്റ് ഓഫ് ഓൾ ഫറാ മെൻഷൻ ചെയ്ത പോലെ വൺ ഓഫ് ദ കോ-ഫൗണ്ടർ ഒഫൻസോ ഹാക്കേഴ്സ് അക്കാഡമി അല്ലേ, അതിലാണ് ഇപ്പം ടാഗ് ലൈൻ ഉള്ളത്. ഇപ്പം നമ്മളൊരു പുതിയ ചാപ്റ്റർ ഒഫൻസോ ടെക് സ്കൂൾ. സോ ആ ഒരു മൈൽ സ്റ്റോണിലേക്ക് എങ്ങനെ നമ്മൾ ഈ ജേർണി എന്നുള്ളത്, ഞാൻ ഒഫൻസോ ഹാക്കേഴ്സ് അക്കാഡമി എന്ന് പറയുന്ന ഈ ഒരു പ്രോജക്റ്റിൽ ഇന്നാവുന്നത് നമ്മളെ സ്കില്ല് മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അതായത് അജൽ എന്ന് പറയുന്ന ഒരാളൊരു സ്കില്ല് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള മെമ്പേഴ്സ് നമ്മളെ ടീമിൽ 8 പേരാണ്. നമ്മൾ 8 പേരിലുള്ള കുറച്ച് ആൾക്കാർക്ക് എൻ്റെ സ്കില്ല് അറിയാം. ഈ കൂട്ടത്തിൽ ഏറ്റവും വലിയ കോമഡി എന്താ വെച്ചാൽ ഈ 8 പേരിൽ എല്ലാവർക്കും അജൽ ഇന്നുമല്ല. ലൈക്ക് അത് പല രീതിയിലാണ്. സ്കില്ലുകൊണ്ട് മാത്രമല്ല നമ്മളൊരാളെ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പേഴ്സണൽ വരും, എല്ലാ കാര്യങ്ങളും വരും. സോ ആക്ച്വലി ഒഫൻസോ ഹാക്കേഴ്സ് അക്കാഡമിയിൽ ഇന്നായത് കുറച്ച് ആൾക്കാരെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്കില്ലിൽ ഇൻട്രസ്റ്റ് ആണ്. അവർ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും എന്നുള്ള ഫീൽ വന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഫർഹാനെ പോലെ തന്നെ വന്ന ഒരാളാണ് ഞാനും. ഇത് വന്നു നമുക്ക് ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യാൻ ആഗ്രഹമുണ്ട്. ലൈക്ക് നമ്മൾ ഫുള്ളൊരു സീറോ ആയിട്ടുള്ള ഒരു ബിസിനസ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. പക്ഷേ നേരെ മറിച്ചിട്ട് ഈ പറഞ്ഞ പോലെ സെയിൽസിൽ ഐ നോ വാട്ട് ടു ഡു എന്നുള്ളത്. നമ്മളെ ബിസിനസ്സിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നമ്മളെടുത്തിട്ടുള്ള ഒരു ഡിസിഷൻ 8 പേരെന്ന് പറയുന്നത് 8 സ്കിൽ സെറ്റാണ്.
ആ 8 സ്കിൽ സെറ്റും പ്രോപ്പർ സ്ഥലത്ത് പ്ലേസ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അതായത് പല സ്റ്റാർട്ടപ്പ് സ്റ്റോറിയിലും ഭയങ്കര സ്ട്രഗിളിങ് സ്റ്റേജും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ ഒഫൻസോയിൽ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ദ റീസൺ വൈ ഇസ് ഹി, അതിൻ്റെ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളാണ്. അത് തന്നെയാണ് ഞങ്ങൾ 8 ആൾക്കാരിലേക്ക് 7 ആൾക്കാരെ പ്ലാനും അത് തന്നെയാണ്. അതായത് ഫർഹാനെ വെച്ച് ബിസിനസ് ചെയ്യാൻ തന്നെ ഞങ്ങൾ പ്ലാൻ ഉണ്ടായത്. കാരണം ഓൾറെഡി അത് തന്നെയാണ് ഞങ്ങൾ പ്ലാൻ. എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഡിസ്ട്രിബ്യൂഷൻ എൻ്റെ അടുത്തുണ്ട്. ലൈക്ക് ഓൾറെഡി 1 million മീൻസ് 10 lakhs സ്റ്റുഡൻസ് എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ ദേ ഹാവ് ദ സ്റ്റുഡൻസ്. ലൈക്ക് നമ്മൾക്ക് എന്തുകൊണ്ട് ഇത് സ്ട്രക്ചർഡ് ആക്കി കഴിഞ്ഞാൽ ഇവർ തന്നെയാണ് നമ്മളെ ഓഡിയൻസ്. എൻ്റെ ക്ലാസ് കണ്ടവരാണ് ഓൾറെഡി, അവർക്ക് എൻ്റെ ക്ലാസ് എങ്ങനെയാണെന്ന് അറിയാം. സോ അതുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ അക്കാദമി സ്ട്രക്ചർഡ് ആണ്, അവർക്ക് ട്രസ്റ്റ് വിശ്വാസമുണ്ട്. അങ്ങനെയാണ് ഒരാളെ ഇങ്ങനെ ബ്രാൻഡിങ് യൂസ് ചെയ്യാൻ. അതായത് ഈ പണി അറിയുന്ന ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ യൂസ് ചെയ്തൂടെ? ഞങ്ങൾ ഫർഹാനെ ഞങ്ങൾ ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ ഫർഹാനെ യൂസ് ചെയ്യണോ, ഞങ്ങളെ പാർട്ണറായിട്ട് യൂസ് ചെയ്യണോ? ഞങ്ങളത് പ്രോപ്പർലി യൂസ് ചെയ്തു എന്ന് വേണം ഞങ്ങൾക്ക് പറയാം. അതായത് ഫർഹാൻ എന്ന് പറയുന്ന വലിയൊരു മാർക്കറ്റിനെ, അതായത് സൈബർ സെക്യൂരിറ്റി എത്തിക്കൽ ഹാക്കിങ്ങിലെ ഒരു ഹാക്കർ ഇൻ കേരള നോക്കിക്കഴിഞ്ഞാൽ ഫർഹാൻ വരും അല്ലേ? അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ബ്രാൻഡിങ്ങിൻ്റെ ഏറ്റവും വലിയ ഈസിനെസ് അതായിരുന്നു. ഫസ്റ്റത്തെ 2-3 ദിവസം ഞങ്ങൾക്ക് ഉറങ്ങാനുള്ള സമയമായിരുന്നു സെയിൽസ് കോൾസ് കൊണ്ട്. സോ അത് ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് ലൈക്ക് ഇത് 2-3 ദിവസത്തിന് സ്പെഷ്യലി എടുത്ത് പറയാനുള്ള കാരണം, ഇത് 3 മാസം വരെ അല്ലെങ്കിൽ 4 മാസം വരെ ഒരു 6 മാസം വരെ മേ ബി ഫർഹാൻ ബ്രാൻഡിങ്, പിന്നെ അവിടെ ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റി ഞങ്ങളത് ഏറ്റവും നല്ല രീതിയിൽ അവിടെ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഇൻപുട്ട് ചെയ്ത് എവറി ഡേ വി ഗെറ്റ് റിഫൈൻഡ്. ലൈക്ക് എവറി ഡേ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിച്ചിട്ട് ഞങ്ങൾ അവിടെ ചെയ്യും. ലൈക്ക് ആരും 100% ആണെന്നുള്ള ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത ഞങ്ങൾക്ക് ആർക്കില്ല. എന്ത് പുതിയ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും ആദ്യം ഞങ്ങൾ 8 ആൾക്കാരാണ്. ഇപ്പോൾ 8 ആൾക്കാർ, പിന്നെ അത് 9 ആയി 10 ആയി. ലൈക്ക് നോട്ട് അബൌട്ട് പാർട്ട്നേഴ്സ്, ലൈക്ക് ദ ടീം പാർട്ട്നേഴ്സ് പെർസ്പെക്റ്റീവ് ഒക്കെ കംപ്ലീറ്റ്ലി അവിടെ കഴിഞ്ഞു. പിന്നെ എന്താണെന്ന് വെച്ചാൽ എവറി സ്കിൽസ് വി ആഡഡ്. അതായത് ആദ്യം അജൽ സെയിലാണെങ്കിൽ അജലിൻ്റെ കൂടെ 2 ടീം മെമ്പേഴ്സ്, 3 ടീം മെമ്പേഴ്സ് അങ്ങനെ വന്നു. അത് സെയിൽസ് മെമ്പേഴ്സ് വന്നു. അതിൻ്റെ കൂടെ ഫർഹാൻ്റെ കൂടെ സൈബർ സെക്യൂരിറ്റി ട്രെയിനേഴ്സ് വന്നു. അതുപോലെ ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെൻറ്റ് വി ആഡഡ് എവറി വൺ. ലൈക്ക് നമ്മളെ മൈൻഡ് സെറ്റും നമ്മളെ വിഷനും മനസ്സിലാക്കുന്ന ഒരു ടീം മെമ്പേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചു. ഇതാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ള ഞങ്ങളെ ഫോർമുല. ഇത് 3 വർഷം കംപ്ലീറ്റ് ആകുമ്പോഴേക്കും ഇതിൻ്റെ ഒരു ബെറ്റർ വേർഷൻ ഞങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുകയാണ് ടെക് സ്കൂളിലൂടെ. അതായത് ഞങ്ങൾ ഇത്രയും കാലം ചെയ്ത ബെറ്ററാന്നല്ല. നമ്മൾ പണ്ട് കണ്ണാടിയിൽ നോക്കുന്ന സമയത്ത് ഇപ്പോൾ 2010 എൻ്റെ ഒരു ഫോട്ടോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അന്ന് ഡ്രസ്സ് മാറ്റിയത് ഏറ്റവും നല്ല വേർഷനിലായിരിക്കും അല്ലേ? നമ്മൾ കാണുന്ന സമയത്ത് നമ്മളെ ഹെയർ സ്റ്റൈൽ ആണെങ്കിലും നമ്മളെല്ലാം ഈവൻ ലൈക്ക് എവറിത്തിങ് റൈറ്റ്. അതങ്ങനെയല്ലേ ചെയ്യുക. നമ്മൾ ഡ്രസ്സ് മാറ്റുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ചെയ്ത് വെച്ച് വയ്ക്കും. പക്ഷേ അതിൻ്റെ ഇപ്പോൾ ഒരു 3 വർഷം കഴിയുമ്പോൾ ഇതിനേക്കാളും ബെറ്റർ വേർഷൻ അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ അയ്യെന്ന് തോന്നും അല്ലേ? അത് ഉറപ്പല്ലേ 100%. ഞാനൊക്കെ എൻ്റെ ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ ഒക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് കണ്ടിട്ട് സഹിക്കാൻ പറ്റില്ല. കാരണം അന്ന് ഞാൻ വിചാരിച്ചത് ഒരു സാധനമാണ്. സോ ഇത് നമ്മൾ ഇതുപോലെ തന്നെയാണ്. ഇത് റിയൽ ലൈഫിലും ബിസിനസ് ലൈഫിലും എല്ലാ സ്ഥലത്തും ഇത് ഇങ്ങനെ തന്നെയാണ്. നമ്മൾ എല്ലാ വർഷവും ഇത് റിഫൈൻഡ് ആയിട്ട് പുതിയ കാര്യങ്ങൾ ചെയ്യുക. ടെക് സ്കൂൾ അങ്ങനെ റിഫൈൻഡ് ആയിട്ടുള്ളൊരു മോഡലാണ് നമ്മൾ ചിന്തിച്ചിട്ടുള്ളത്. ഓക്കെ. സോ ഞാൻ പേഴ്സണലി പറഞ്ഞു, ഞാൻ ജനറലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ നിങ്ങൾ 2 പേരും എടുത്തേക്കുന്നത് വലിയ റിസ്ക്കാണ്. അതായത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് 6 month കോഴ്സ്, 1 year കോഴ്സ് എല്ലാം സ്കാമാണ്. നമ്മൾ കമന്റ് സെക്ഷൻ തന്നെ തുറന്നു നോക്കണം, ഇത് സ്കാമാണ്. ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ. എന്തിനാണ് അല്ല, അത് ആഡ്സിൽ ഇതുപോലത്തെ കമന്റ്സിനെ പറ്റിയിട്ടില്ല പറയുന്നത്. യെസ്, അതിൻ്റെ ചോദ്യം എങ്ങനെയാണ് ഞാൻ ഡീൽ ചെയ്യുന്നതെന്നായിരിക്കും. ഫൈൻ, അത് സോറി ഫോർ ഇൻറ്ററപ്റ്റിങ്. അതല്ല ചോദ്യം. അതെന്തായാലും വരുമെന്ന് അറിയാം. സോ സ്കാം എന്നുള്ള കമൻസ് ഫസ്റ്റ് ഓഫ് ഓൾ ഈ സ്കാം എന്നിടുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ ആ കമൻറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഒന്ന് നോക്കി. ആ പേര് നമ്മളുടെ ഡാറ്റാബേസിൽ നോക്കി, ഒഫൻസോലെ സ്റ്റുഡൻ്റ് ആണോ നോക്കുമ്പോൾ അങ്ങനെ ഒരു സ്റ്റുഡൻറ്റിന് നമ്മൾക്കില്ല. അല്ലെങ്കിൽ ആ ഒരാൾ ഇവിടെ പഠിച്ചവരല്ല. മേ ബി അവർക്ക് സെൽഫ് സ്റ്റഡി ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരിക്കും. അവർ പറയും ഇതുപോലെ അക്കാദമി, ഒഫൻസോ എന്നല്ല പറയുന്നത്, ഇതുപോലത്തെ അക്കാദമി എല്ലാം സ്കാമാണെന്നാണ് പറയുന്നത്. അവർക്ക് മേ ബി സെൽഫ് സ്റ്റഡി ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ എല്ലാവരും ഒരുപോലെ അല്ല. സെൽഫായിട്ട് പഠിക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് ഗൈഡ് വേണം, നല്ലൊരു ഗൈഡൻസ് വേണം. ഇതെങ്ങനെ പഠിച്ചു തുടങ്ങാം, പ്രോപ്പർ പാത്ത് ഒരാൾ പറഞ്ഞു കൊടുക്കണം. അത് പറഞ്ഞു കൊടുത്താലേ അവർക്കത് ചിലപ്പം മനസ്സിലായി. ഇങ്ങനത്തെ കാറ്റഗറിയിലെ ആളുണ്ട്. അവർക്കൊന്നും ഇതൊരു സ്കാമാണെന്ന് പറയാനോ അല്ലെങ്കിൽ കംപ്ലയിൻറ്റ് പറയാനോ ഒന്നുമില്ല. എന്ന് വെച്ചാൽ ഒഫൻസോൽ വൺസ് ഒരു സ്റ്റുഡൻറ്റ് പഠിച്ചു കഴിഞ്ഞാൽ അവരാരും ഇതിൽ സ്കാമെന്നൊന്നും പറയാറില്ല. കാരണം ദേ ആർ ഗെറ്റിംഗ് ദ ക്വാളിറ്റി കോണ്ടൻറ്റ്. പക്ഷേ പുറത്തുള്ളവർ അല്ലെങ്കിൽ ഗാലറിയിലുള്ളവരാണ് ഇതൊക്കെ സ്കാമാണെന്ന് പറഞ്ഞിരുന്നത്. മേ ബി അവർക്ക് സെൽഫ് സ്റ്റഡി ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കാം. എന്നുവെച്ചാൽ അവർ ചെയ്യേണ്ട പ്രോപ്പർ വേ എന്ന് പറയുന്നത് ഇത് സ്കാമെന്ന് പറയലല്ല. ഫോർ എക്സാമ്പിൾ അജലിന് അതിൽ അഡപ്പ് ചെയ്യാനുണ്ടാവും. മീൻസ് സെൽഫ് സ്റ്റഡി എപ്പോഴും ഞാൻ കേൾക്കാറുണ്ട്.
ഗൈഡൻസ് വേണ്ട ഒരാളാണ്. സെൽഫ് സ്റ്റഡി പറ്റില്ല എന്ന് പറയുന്ന ഒരാളാണ്. അല്ലെങ്കിൽ ഏറ്റവും വലിയ കോമഡി, കഷ്ടപ്പെട്ട് നമ്മൾ ആഡ്സ് ചെയ്തിട്ടുള്ള അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയും, സ്വന്തമായിട്ട് പേജ് ഉണ്ടാക്കി പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെൽഫ് സ്റ്റഡി എല്ലാവർക്കും വയബിൾ അല്ല. അപ്പോൾ ക്വസ്റ്റ്യൻ വരാം, ആർക്കൊക്കെ വയബിൾ? എനിക്ക് പറ്റൂല. ഞാൻ അങ്ങനത്തെ ആളാണ്. ഞാൻ എൻ്റെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാണ്. എനിക്കിപ്പോൾ 30 വയസ്സായിട്ടുണ്ട്. ഈ സമയം ഈ കാലയളവിൽ എനിക്ക് പല കാര്യങ്ങളും ഇപ്പോൾ എൻ്റെ ടീം മീറ്റിങ്ങിലാണെങ്കിൽ ഞാനത് ശ്രദ്ധിച്ച് കേട്ടിരിക്കും. അത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്ന പാത്ത് നോക്കും, മെൻറ്റർഷിപ്പ് എടുക്കും. അത് നമ്മളെ ലൈഫ് സൈക്കിൾ അങ്ങനെയാണ് പോയിട്ടുണ്ടാവുക. എൻ്റെ ലൈഫ് സൈക്കിൾ അങ്ങനെയാണ് പോയിട്ടുണ്ടാവുക. കാരണം ഞാൻ 1ാം ക്ലാസ് തൊട്ട് +2 വരെ ഞാൻ ട്യൂഷൻ പോയിട്ടുണ്ട്. ലൈക്ക് നമ്മളെ കാലത്ത് ഞാൻ 2010 എൻ്റെ SLC കാലഘട്ടം. ആ സമയത്ത് ഏറ്റവും വലിയ ഒരു ബിസിനസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻട്രൻസ് ആണ്. അന്നത്തെ ഏറ്റവും വലിയ ബിസിനസ് ഞാൻ അന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്, അന്നത്തെ സമയത്തും ഞാൻ കോഴിക്കോടാണ് ജനിച്ചു വളർന്നിട്ടുള്ളത്. അവിടെയൊക്കെ എൻട്രൻസ് സെൻറ്റേഴ്സിൽ കയറണമെങ്കിൽ അവിടെ വേറെ എക്സാമിനേഷൻ ഉണ്ട്. അവിടെ കയറണമെങ്കിൽ ഇത്ര % ഓഫ് മാർക്ക് നമ്മൾ സ്കോർ ചെയ്യണം. ഇങ്ങനെയൊരു കാലത്താണ് ഞാൻ ഉണ്ടായിട്ടുള്ളത്. ഇത് സ്കാമല്ല. ഇത് ചില ട്രെയിനിങ്സ് ചില പ്രോപ്പർ വേയിൽ ചില പ്രോപ്പർ പാത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവിടെ എത്തുള്ളൂ. അങ്ങനത്തെ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ പോയി ബ്രോ ഇത് ചെയ്യുമെന്ന് പറയുന്ന സമയത്ത് അവരെ ടൈം ഇനിയും വേസ്റ്റ് ആവുക ചെയ്യാം. ലൈക്ക് ചില ആൾക്കാർക്ക് ലിസൺ ചെയ്ത് കാര്യങ്ങൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. ഇപ്പോൾ ചില ആൾക്കാർക്ക് അത് ചെയ്ത് കപ്പാസിറ്റി ഉണ്ടാവും. ഓരോന്നും ഓരോ മോഡലാണ്. അത് മനസ്സിലാക്കാതെ എല്ലാവരും ജനറലൈസ് ചെയ്യരുത്. ഇപ്പം ഞാൻ പോയിട്ട് നീ പറയുന്നത് ശരിയല്ല, നിനക്ക് സെൽഫ് ലേൺ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ അത് തെറ്റാണ്. അങ്ങനെ പറഞ്ഞവരാണെങ്കിൽ കോളേജും സ്കാമായി. അത് വലിയ സ്കാം. ലൈക്ക് അത് അടുത്തേക്ക് വരുന്നത് ഈ പറയുന്ന കംപ്ലീറ്റ് കോളേജസ് ഇപ്പോൾ ആഡ് ഓൺ കോഴ്സസ് അല്ലേ, ട്രെൻഡിനനുസരിച്ച് മാറിയിട്ടുണ്ട്. അതായത് എല്ലാ കോളേജസും ഇപ്പം സൈബർ സെക്യൂരിറ്റി കോളേജസിൽ വന്നില്ലേ, അക്കാഡമിക്സിൽ വന്നില്ലേ. ഇപ്പോൾ പല ബിടെക് കോളേജിലും സൈബർ സെക്യൂരിറ്റി ഉണ്ട്. സൈബർ സെക്യൂരിറ്റി മാത്രമേ ഞാൻ എടുത്ത് പറയില്ല. ലൈക്ക് പല ഏരിയകളും ഇപ്പോൾ AI വരുന്നുണ്ട്, അതുപോലെ ML വരുന്നുണ്ട്, ഇതൊക്കെ വരുന്നുണ്ട്. ഈ ആഡ് ഓൺ കോഴ്സ് കൊടുക്കുന്ന ടീച്ചേഴ്സ് എന്ന് പറയുന്നത് എല്ലാവരും വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആവില്ല. അവരുടെ കരിക്കുലത്തിൽ ഈ പറഞ്ഞ ടെക്നോളജീസ് റീസെൻ്റ്ലി ആഡഡ് ആണ്. അപ്പോൾ അവരെന്താ ചെയ്യുക? ദേ വിൽ ഹയർ ലൈക്ക് ഈ ഒരു ടെക്നോളജി അറിയുന്ന ഒരാളെ ഹയർ ചെയ്യും. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഞങ്ങളെപ്പോലുള്ള കമ്പനീസിനെ, തേർഡ് പാർട്ടി കമ്പനീസിനെ ആഡ് ചെയ്തിട്ട് അങ്ങനെ ട്രെയിനിങ് മോഡിൽ കൊടുക്കും. കാരണം ഇതിൽ സ്കിൽഫുൾ ആയിട്ടുള്ള ആൾക്കാർ വേണ്ട ഇതിന് ട്രെയിനിങ് കൊടുക്കാൻ. നമ്മളിപ്പം 10ാം ക്ലാസ് വരെ പഠിച്ച സമയത്ത് സോഷ്യൽ സയൻസ് പഠിപ്പിക്കുന്ന ആൾക്കാർ ഹിന്ദി ഒന്നും പഠിപ്പിക്കില്ല അല്ലേ? അങ്ങനത്തെ രീതി തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കംപ്ലീറ്റ്ലി ഈ പറഞ്ഞ മോഡൽ തന്നെയാണ് വർക്കൗട്ട് ആവുന്നത്. അത് പ്രോപ്പർ സ്കിൽ സെറ്റ് വേണ്ടുന്ന മോഡൽ ട്രെയിനിങ്ങും അതിന് ഇതിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന കമ്പനീസ് വളർന്നു വരുന്നതിന് എന്താ കുഴപ്പമുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അങ്ങനത്തെ ആൾക്കാർ പഠിക്കുക, അല്ലാത്തൊരു സെൽഫ് ലേൺ ചെയ്യട്ടെ. അതായത് എല്ലാവരോടും പറയരുത് നിങ്ങൾക്കത് പറ്റും എന്നുള്ളത്. മേ ബി നിങ്ങൾക്ക് പറ്റും. ഞാൻ പഠിച്ചിട്ടുള്ളൊരു BCA ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാരാണ്. എൻ്റെ കൂടെയുള്ള മെജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസ് ഡെവലപ്പേഴ്സ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നത്. ലൈക്ക് എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ആൾക്കാർ. പക്ഷേ ഞാനുള്ളത് ഇപ്പോൾ ബിസിനസ്സിലാണല്ലേ. അതിൻ്റെ വ്യത്യാസം. 2 കൈൻഡ് ഓഫ് ഓഡിയൻസ് ഉണ്ട്. സെൽഫായിട്ട് പഠിക്കാൻ പറ്റുന്നവർ. ഇപ്പോൾ ഞാൻ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആണ്. എനിക്ക് സെൽഫ് ലേൺ, ഞാൻ സ്വന്തമായിട്ട് പഠിക്കുന്ന ഒരാളാണ്. അതായത് കോളേജിൽ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യില്ല, ഒന്നും ചെയ്യില്ല, മുങ്ങി നടക്കും, എവിടെയും എന്നെ കാണില്ല. പക്ഷേ എക്സാം റിസൾട്ട് വരുമ്പോൾ പാസ് മാർക്ക് ഉണ്ടാവും. ഇപ്പോൾ ബാക്കിയുള്ള ഫ്രണ്ട്സൊക്കെ നോക്കിയിട്ട് നീ എൻ്റെ പേര് എല്ലാ ഉടായ്പിനുണ്ടായി പാസ്സായി എന്ന് പറഞ്ഞിട്ട് അടിക്കുള്ളത്. എനിക്ക് സെൽഫായിട്ട് എനിക്ക് ടീച്ചറെ ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ ചെയ്യില്ല. ലാസ്റ്റ് പോയിട്ട് ബുക്ക് നോക്കി അല്ലെങ്കിൽ യൂട്യൂബ് നോക്കി എവിടെയെങ്കിലും ആയിട്ട് സെൽഫായിട്ട് ഞാൻ പഠിച്ചോളൂ. അതേപോലെ എൻ്റെ അനിയനും ഉണ്ട്, സെൽഫായിട്ട് പഠിക്കുന്ന ഒരാളാണ്. പക്ഷെ എന്ന് വെച്ച് എൻ്റെ കൂട്ടത്തിൽ സെൽഫായിട്ട് പഠിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അതായത് എക്സാമിൻ്റെ തലേന്ന് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ട് എനിക്കിത് പറഞ്ഞതാ അല്ലെങ്കിൽ അത് പറഞ്ഞതെന്നിട്ട് നമ്മൾ ഒരാൾ പഠിപ്പിച്ചു കൊടുത്താലേ അവർക്കത് പെട്ടെന്ന് ബ്രെയിൻ ക്യാച്ച് ചെയ്യും. സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റില്ല. അറിയുന്ന ഒരാൾ പറഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് അത് ബ്രെയിനിലേക്ക് കയറും. ഇത് നിങ്ങളെ കോളേജ് ലൈഫായിട്ടൊന്ന് റിലേറ്റ് ചെയ്ത് നോക്കിയാൽ എല്ലാ അക്കാഡമീസിനെയും പ്രതിനിധീകരിച്ച് ഞാൻ പറയുകയാണ്, ഈ സെൽഫ് ലേണിംഗ് എന്ന് പറയുന്ന ആൾക്കാരോട് വേണ്ടിയിട്ടുള്ള എല്ലാ അക്കാഡമീൻ്റെ ഒരു എന്താ പറയുക, എന്താ ഇതിന് പറയണ്ട, നമ്മൾ എല്ലാ അക്കാദമി എല്ലാവർക്കും ഉള്ളൊരു മെസ്സേജാണ്. അല്ലല്ല, എല്ലാവരും ഒരു പ്രതിനിധി എന്നുള്ള രീതിയിൽ പറയുകയാണ്. എല്ലാ അക്കാഡമീസിൻ്റെ പ്രതിനിധി എന്നുള്ള രീതിയിൽ പറയുകയാണ്. എല്ലാവരും സെൽഫ് ലേണിംഗ് പഠിക്കുന്ന ആൾക്കാരല്ല, എസ്പെഷ്യലി അല്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ സെൽഫ് ലേൺ ചെയ്യുന്ന ആൾക്കാർ ചെയ്യട്ടെ, അവർ അതിൻ്റെ രീതിയിൽ എത്തട്ടെ. അവർക്ക് അങ്ങനെയാണ് താല്പര്യമെങ്കിൽ അങ്ങനെ പഠിക്കട്ടെ. പക്ഷേ അവർ ചെയ്യുന്നത് അങ്ങനെയല്ല. ഇതുപോലത്തെ അക്കാദമീസിനെതിരെ അവർ പ്രവർത്തിക്കും. അവർ സ്കാമാന്ന് പറയും, പല രീതിയിൽ അറ്റാക്ക് ചെയ്യും. ഇത് അവരുടെ ഒരു ഹോബിയാണ്. സെൽഫ് ലേണിംഗ് മാത്രമേ പറയും. എങ്ങനെ അറിയോ, ഇത് തുടങ്ങുമ്പോൾ ഒന്നും സ്കാം എന്ന് പറയില്ല. സക്സസ്ഫുൾ ആയത് കണ്ട് കുറച്ച് ഗ്രോത്ത് വന്ന് കുറച്ച് ഫോളോവേഴ്സ് വന്ന് അപ്പം വരും സ്കാമായിട്ട്. ഞാൻ എവിടെയും പറയുന്നില്ല ഞാൻ വലിയ ഹാക്കറാണ്, ഞാൻ എല്ലാം ഹാക്ക് ചെയ്യുന്ന ഒരാളാണ്, വലിയ തലപ്പത്തുള്ള ഹാക്കറാണ് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. എന്നേക്കാൾ അറിയുന്ന എത്രയോ ആൾക്കാരുണ്ടാവും. ദ തിങ് ഈസ് അവർ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്നില്ല. മേ ബി എനിക്കറിയില്ല, എന്നെക്കാളും ടെക്നിക്കലി അറിവുള്ളവരായിരിക്കും എൻ്റെ താഴെ വന്നിട്ട് ഇവൻ പോരെ, ഇവൻ പറയുന്ന സ്കാമാണ് തെറി വിളിക്കുന്നത്.
എനിക്കെന്തുകൊണ്ടാന്ന് എനിക്കറിയാം. ഞാൻ എവിടെയും വലിയ ഹാക്കറാണ്. റീസെൻ്റ്ലി ഒരു ട്രോൾ വരെ വന്നിട്ടുണ്ട്. OTP കൊടുക്കും, എനിക്ക് കമൻറ്റ്സ് വരാറുണ്ട്, OTP തരട്ടെ എന്നൊക്കെ കമൻറ്റ്സ് വരാറുണ്ട്. അപ്പോൾ ആ ഒരു ട്രോളിൽ വീഡിയോ ഞാൻ കണ്ടത്, എന്നെ ട്രോൾ ചെയ്തത് എന്നെ തന്നെയാണ്, പേരെവിടെയും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളൂ. അതായത് മൂപ്പർക്ക് ഒരു QR കോഡ് കാണിച്ചു തന്നാൽ ഹാക്ക് ചെയ്യും, അല്ലെങ്കിൽ OTP പറഞ്ഞു കൊടുത്താൽ ഹാക്ക് ചെയ്യും. എന്നെ കളിയാക്കി പറഞ്ഞതാ. ഇന്നലെ പോലും നമ്മൾ ഒരു ബാങ്കിൻ്റെ മുകളിലാണ് സ്ഥാപനം ഉള്ളത്. ഈ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ഇതേപോലെ ഒരു QR കോഡ് കാണിച്ചിട്ട് അവരുടെ ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് 20,000 to 30,000 സംതിങ് സ്റ്റീൽ ചെയ്തിട്ടുണ്ട്, ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവർക്ക് ഞാൻ സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫോൺ റീസെറ്റ് ചെയ്ത് എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇന്നും ആൾക്കാർ ഈ വളരെ ബേസിക് ആയിട്ടുള്ള ഫിഷിങ്ങിൽ തന്നെയാണ് അറ്റാക്ക് ആകപ്പെടുന്നത്. ഈ അവയർനെസ് ആണ് ഞാൻ വളരെ സിമ്പിളായിട്ട് സോഷ്യൽ മീഡിയയിൽ കൊടുക്കുന്നത്. എന്നാലും എന്താ പറയുക, സ്കാം. അത് അങ്ങനെയാണ് അതിൻ്റെ ഒരു പരിപാടി. കാരണം ഇപ്പോൾ എത്ര റീൽസ് വരുന്നുണ്ട് അല്ലേ, ഒരേ കാര്യം റിപ്പീറ്റഡ് ആയിട്ട് റീൽസ് വരുന്നില്ല, റീച്ച് വരുന്നില്ലേ. നല്ല റീൽസ് മാത്രമല്ല, ഇപ്പം റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു കാര്യം, അല്ലെങ്കിൽ എന്തെങ്കിലും ഗിവ് എവേൻ്റെ സാധനങ്ങൾ, ഇതൊക്കെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നില്ലേ. ഇതൊന്നും സ്കാമില്ല. അതായത് ഇതൊക്കെ ഗിവ് എവേയിൽ കമൻ്റ് ഇടുക, ഈ പറഞ്ഞ സാധനങ്ങൾ ചെയ്യുക, ഇതിലൊന്നും ഒരു കുഴപ്പമില്ല. അതായത് ഒരു അക്കാഡമി അറിയാം ഇങ്ങനെ ഒരു ഹാക്ക് നടക്കുന്നുണ്ട്, ഇത് 100 വന്നല്ലേ, 100 വന്നിട്ടുള്ള നമ്മളെ പണ്ടത്തെ ഫിലിം സ്റ്റാർസിനല്ല എന്തൊക്കെ കോമഡീസ് നമ്മൾ എങ്ങനെയൊക്കെ കാണുന്നുണ്ട്. ഒരു അവയർനെസ് ഇട്ടെന്ന് വെച്ചിട്ട് എന്താ സംഭവിക്കാനുള്ളത്? കാരണം ഞാൻ കണ്ടിട്ടുണ്ടാവും, നീ കണ്ടിട്ടുണ്ടാവില്ല, ചിലപ്പോൾ നമ്മൾ അപ്പുറത്തുള്ള ആൾ കണ്ടിട്ടുണ്ടാവില്ല. അത് കാണാൻ വേണ്ടിയിട്ട് തന്നെ ഇടുന്നത് കൈൻഡ് ഓഫ് അവയർനെസ്. അത് ഈ റീലിട്ട് റീച്ച് വന്നാൽ ആർക്ക് എന്താ പ്രശ്നമുള്ളത്? അതാണ് ഇതിൻ്റെ ഒരു മെയിൻ. ലൈക്ക് എല്ലാത്തിനും ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ടാവും. ആ നെഗറ്റീവ് സൈഡായിട്ട് ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങളത് ശ്രദ്ധയെ കൊടുക്കാറേ ഇല്ല. ഞങ്ങളെ വേ അതാണ്. അതായത് എല്ലാത്തിൻ്റെയും നെഗറ്റീവിന് പോയിട്ട് നീ ആരാ കമൻറ്റ് ഇടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആടാ കമൻറ്റ് ഇടാന്ന് അവനും പറയും. അതിനേക്കാളും നല്ല കമൻറ്റ് ചോദിക്കും വേണ്ട, പറയും വേണ്ട. ഓക്കെ, ഇപ്പം പുതിയൊരു CEO, ഒരു പുതിയ CEOയുടെ ഉദയം എന്നൊക്കെ പറയുന്ന പോലെ ഒരു എന്താണ് ഇപ്പോൾ ഫൗണ്ടർ എന്നുള്ള ഒരു ഇതിൽ നിന്ന് CEO മാറിയ സമയത്ത്, ഞാൻ CEO ആയിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ ഇങ്ങനെ ഒരു കാര്യം കൊണ്ട് പ്ലേസ് ചെയ്യും, ഞാൻ ഓപ്പണായിട്ട് ചോദിക്കുകയാണെങ്കിൽ വാട്ട്സ് യുവർ USP എത്തുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു സ്റ്റോറി ടെല്ലിംഗ് പോലെ ഞാൻ പറയാം. അതായത് ഞാൻ സ്കൂൾ ബാക്ക്ഗ്രൗണ്ട്, നമ്മൾ സാധാരണ ഒരു ക്രിസ്ത്യൻ കോളേജ് എന്ന് പറഞ്ഞ സ്കൂളിൽ പഠിച്ചു. ലൈക്ക് അതിൻ്റെ ഫുൾ നെയിം പറയുന്നില്ല, ക്രിസ്ത്യൻ കോളേജ് സ്കൂളിലാണ് പഠിച്ചിട്ടുണ്ടായത്. ആ സ്കൂളിൽ 10ാം ക്ലാസ് വരെ പഠിച്ചത് നമ്മളെ ഒരു കൈൻഡ് ഓഫ് കമ്പനിയിലല്ലേ നമ്മൾ എടുക്കുക. ഒരു 60 പേരുള്ള ക്ലാസ് പഠിച്ചൊരു സ്റ്റുഡൻറ്റ്. ആ 60 പേര് ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങളും മിസ്സായിട്ടുണ്ട്. ഈ 60 പേര് ഒരു ക്ലാസ് പഠിക്കുന്നതുകൊണ്ട്. അതായത് ക്ലാസ്സിൽ ഒരു 10 പേര് നന്നായിട്ട് പഠിക്കുക, അല്ലെങ്കിൽ 20 പേര് നന്നായിട്ട് പഠിക്കുന്നുണ്ടാവും ടോപ്പിൽ. അതായത് സ്ഥിരമായിട്ട് അസംബ്ലി പോകുമ്പോൾ കയ്യടി കേൾക്കുക, അവരാണ് മുമ്പിലുള്ള ആൾക്കാർ. ലൈക്ക് ഏത് ക്ലാസ് ടീച്ചേഴ്സ് എടുത്ത് വരുന്ന സമയത്തും അവരെ മൈൻഡ് സെറ്റിൽ അവർ തന്നെയാണ് നമ്പർ 1. ലൈക്ക് എന്തുകൊണ്ട് അങ്ങനെ വരാനുള്ള കാരണം അറിയാം? അതായത് ഈ ക്ലാസ് ടോപ്പേഴ്സിനെ മാത്രം ക്ലാസ് ടീച്ചേഴ്സിന് ഇഷ്ടപ്പെടാനുള്ള കാരണം, റീസൺ വൈ നോ എന്താണെന്നറിയോ? അവരെ ടീച്ചേഴ്സ് അങ്ങനെ ട്രെയിൻ ചെയ്തിട്ടില്ലേ അല്ലേ? അവരെ പഠിപ്പിച്ച് അവരെ വിട്ടിട്ടുള്ള, അതായത് ടീച്ചർമാരാവുന്ന അവർക്ക് മുമ്പുള്ള അവരെ എഡ്യൂക്കേഷൻ സിസ്റ്റം അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. ആ സെയിം പാറ്റേൺ എൻ്റെ കാലഘട്ടത്തിലും ഉണ്ടായത് അങ്ങനെ തന്നെയാണ്. അപ്പം ഞാൻ കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ല അപ്രിസിയേഷൻ എന്താ അറിയോ? കല്യാണ വീട്ടിൽ ചോറുകളും അമ്മ മുമ്പുള്ള അത് മലബാറുകാരാണെങ്കിൽ എനിക്ക് മലബാർ റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ചെറുപ്പത്തിൽ മലബാറിലാണ് ജീവിച്ച് വളർന്നിട്ടുള്ളത്. കോഴിക്കോടാണ് സ്വദേശം. അപ്പം അവിടെ ഉണ്ടാകുന്ന സമയത്ത് ഒരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന ഒരു ചെറിയ കുട്ടിയിൽ നിന്നും ഒരു ചോറിലേക്ക് എത്തുമ്പോൾ അടുത്ത വീട്ടിൽ ചേച്ചി ചോദിക്കുകയാണ്, ചോറ് എടുക്കാനൊക്കെ ആയോ, വലിയ ആളായോ ഈ അമ്മ, ഈ സാധനം ചോദിക്കുമ്പോൾ പ്രൊമോഷൻ കിട്ടി. അതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ലൈഫ് ഫസ്റ്റത്തെ എപ്രിസിയേഷൻ. ഒരാൾ തേർഡ് പേഴ്സൺ എന്ന്, ലൈക്ക് അച്ഛനമ്മ ഒബ്വിയസ്ലി എപ്പോഴും ഉണ്ടാവില്ലേ, ചെറുപ്പത്തിലാണെങ്കിൽ നമ്മൾ കുറച്ച് അറിയുന്ന ആൾക്കാർ നമ്മൾ ചെയ്യും. പക്ഷേ ഇത് അടുത്ത വീട്ടിലെ ചേച്ചി പറയുമ്പോൾ ആ ഒരു സാധനം കിട്ടും. പക്ഷെ നമ്മളെ പല സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്കിത് കിട്ടൽ ഭയങ്കര കുറവാണ്. കാരണം 60 പേരുണ്ട്, ടീച്ചർമാരാകെ ഒരു മണിക്കൂർ ക്ലാസ് വെച്ചിട്ട് പോവുക. പിന്നെ പേപ്പർ തരുന്ന സമയത്ത് മാത്രമുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്, നല്ല രീതിയിൽ നേരിടുന്നുണ്ട്. അപ്പോൾ നമ്മളെ പ്രോപ്പർ സ്കില്ല് എന്താണെന്ന് നമ്മൾ സ്കൂളിൽ, ലൈക്ക് 10ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയത്ത്, 10ാം ക്ലാസ് പഠിച്ചു കഴിഞ്ഞ സമയത്ത് എനിക്ക് +1 എന്തെടുക്കണം എന്നറിയില്ല. +2, അതായത് +1 +2 ഹ്യൂമാനിറ്റീസ് ഉണ്ട്, കൊമേഴ്സ് ഉണ്ട്, സയൻസ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്. ഇങ്ങനെ 4 സ്ട്രീമുകൾ നമുക്കുണ്ട്. ഇതിൽ ഏതെടുക്കണം എന്നുള്ളതിന് ഞാൻ എടുത്തത് എങ്ങനെയാണെന്നറിയോ? പറയാൻ ഏറ്റവും ഭംഗി കമ്പ്യൂട്ടർ സയൻസ്. പറയാൻ ഏറ്റവും ഭംഗി കമ്പ്യൂട്ടർ സയൻസ്. കാരണം IT ഉണ്ട്, IT മാർക്കൊക്കെ ഉണ്ടല്ലോ, എന്നാൽ പിന്നെ കമ്പ്യൂട്ടർ സയൻസ് എടുത്തേക്കാം. ലൈക്ക് എല്ലാവരും അങ്ങനെ തന്നെയാണ്. നല്ല മാർക്ക് ഉണ്ടെങ്കിൽ IT നമുക്ക് എടുക്കാം, അങ്ങനത്തെ ഒരു പ്ലാന്. അതെ, അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ്. അത് കഴിഞ്ഞപ്പോൾ എന്നിട്ടും പഠിച്ചില്ല, ഡിഗ്രിക്ക് പോയി, അതും കമ്പ്യൂട്ടർ സയൻസ്. അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് കോളേജ് നമ്മൾ ഈ ലീഡർഷിപ്പ് മുതലുള്ള കാര്യങ്ങൾ, ലൈക്ക് നമ്മൾ ലീഡർഷിപ്പ് മുതൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സിസ്റ്റം സ്കൂളിലുണ്ടെങ്കിൽ, അതുപോലെ പ്രോപ്പറായിട്ട് നമുക്ക് ഒരു എന്ത് കോഴ്സ് എടുക്കണം, എന്താണ് നമ്മളൊരു കരിയർ വരുത്തേണ്ടതെന്നുള്ളത് റൂട്ടിൽ നിന്ന് തന്നെ നമുക്ക് ട്രെയിനിങ് കിട്ടിയിരുന്നെങ്കിൽ
ഞാൻ മേ ബി എൻ്റെ ഒരു കപ്പിൾ ഓഫ് ഇയേഴ്സ് ഞാൻ വേസ്റ്റ് ആക്കൂലായിരുന്നു. ഈ പറഞ്ഞ സ്ട്രീം ലൈനിലേക്ക് പോയിട്ട് ഞാൻ വേസ്റ്റ് ആക്കൂലായിരുന്നു. സോ ടു കമ്മിങ് ദ പോയിന്റ്, ഞാൻ BCA കംപ്ലീറ്റ് ചെയ്തു. ലൈക്ക് കമ്പ്യൂട്ടർ സയൻസ് എന്ന സ്ട്രീമിലേക്ക് വരുന്ന BCA വരുന്നത് കംപ്ലീറ്റ് ചെയ്തു. ഈ കംപ്ലീറ്റ് ചെയ്യുന്ന ടൈം പീരീഡിലും ഇത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എനിക്ക് നടക്കുന്നില്ലല്ലോ ഈ പരിപാടി എന്നുള്ളത്. ലൈക്ക് ഞാൻ BCA പഠിച്ചു, കോഡ് ചെയ്തിട്ട് ഞാൻ ഗ്രാജുവേറ്റ് ആണ്. പക്ഷേ അൾട്ടിമേറ്റ്ലി എൻ്റെ ഗോൾ എന്ന് പറയുന്നത് എനിക്ക് കുറച്ചുകൂടെ പറ്റുന്നത് എൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. ഈ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്ന കാര്യം എനിക്ക് മനസ്സിലായപ്പം ഓക്കെ ദെൻ ഈ പരിപാടി നമുക്ക് ഇതിലേക്ക് പിടിക്കാം, ഈ സാധനം ചെയ്തു നോക്കാം. അങ്ങനെ ചെയ്തിട്ടാണ് ഒരു ഡെക്കേറ്റ് ഞാൻ ഒരു സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് സൈഡിൽ ഞാനത് ഒരു വലിയ രീതിയിലൊരു സാധനം കൊണ്ടുവന്നു. പിന്നെ ഇപ്പോൾ ടെക് സ്കൂൾ എന്താ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ചോദിച്ചു, അല്ലെങ്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പുതിയൊരു ഓർഗനൈസേഷൻ എന്താ ചെയ്യാൻ പോകുന്നത് ചോദിക്കുന്നു. ഇതിനൊക്കെ മാറ്റം വരുത്തിയിട്ട്, അതായത് സ്റ്റാർട്ടപ്പുകൾ, അതായത് കൂടുതലായിട്ട് സ്റ്റാർട്ടപ്പുകൾ ഇപ്പം എവറി ഡേ പുതിയ സ്റ്റാർട്ടപ്പാണ് ഓരോ ദിവസം. പക്ഷേ ഈ എണ്ണത്തിന് തുറക്കുന്നതിനനുസരിച്ച് തന്നെ ക്ലോസ് ചെയ്യുന്നതിൻ്റെ എണ്ണം കൂടുതലാണ്. ഇത് എങ്ങനെയാണ് നമ്മളൊരു ഗ്രാസ് റൂട്ടിൽ ഒരാൾക്ക് എങ്ങനെ നട്ടുപിടിപ്പിക്കുന്നത് ഞാൻ ചിന്തിക്കുന്നത്. അതായത് ഒരു ഡെവലപ്പർ ആവാൻ വരുന്ന ആൾക്ക് വെറും പ്ലേസ്മെൻറ്റ് മാത്രം കൊടുക്കുക എന്നുള്ളതല്ല എൻ്റെ മൈൻഡ് സെറ്റ്. നമുക്ക് അവർക്ക് നല്ലൊരു ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ വെച്ചിട്ട് ഒരു കോഫൗണ്ടേഴ്സിനെ എങ്ങനെ സെലക്ട് ചെയ്യണമെന്ന് മുതൽ എങ്ങനെയാണ് ഒരു ഫൈനാൻഷ്യൽ ഗോൾ സെറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു ROI സെറ്റ് ചെയ്യേണ്ടത്, എന്ത് ബിസിനസ്സിലേക്ക് എന്ത് കൈൻഡ് ഓഫ് കാര്യങ്ങളെ നമുക്ക് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്ട്രെസ് ഫ്രീ ആയിട്ട് അതുപോലെ ഈ പേപ്പർ വർക്ക്സും ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ എങ്ങനെ രജിസ്റ്റർ എങ്ങനെ ചെയ്യുക, GST വർക്ക്സ്, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നമ്മൾ തന്നെ നമ്മളുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പലർക്കും അറിയില്ല. സത്യം, അത് തീരെ അറിയില്ല. വെറുതെ പറഞ്ഞല്ലോ, സോ ട്രൂ ആയിട്ടുള്ളൊരു കാര്യം. അതായത് ഫർഹാൻ 100% സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞിട്ടുള്ളത്. അതായത് നമുക്ക് എന്താണ് അല്ലെങ്കിൽ നമ്മുടെ സ്കില്ലിന് വേണ്ടുന്ന കാര്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ പുതിയ കാര്യങ്ങൾ അറിവ് നല്ലതാണ്. പക്ഷേ വി ആർ മാസ്റ്റേഴ്സ് ഓഫ് വൺ തിങ്, റൈറ്റ്? ഞാനൊരു മാസ്റ്റർ എന്നുള്ള ഈ സെയിൽസ് എന്ന മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു ഏരിയയിൽ ഞാൻ മാസ്റ്ററാണ്. പക്ഷേ അതുപോലെ തന്നെ ഇതിൽ മാസ്റ്റർ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യണമെന്ന് നമുക്ക് ബുദ്ധി ഉണ്ടാവില്ലേ? അത് വെച്ച് സെലക്ട് ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് നമുക്ക് ചോയ്സിന് സെലക്ട് ചെയ്യുക, നമ്മളതിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് എൻ്റെ കോഫൗണ്ടേഴ്സ്. സോ അജലി ഇവിടെ പറഞ്ഞു വരുന്നത് ഒഫൻസോ ടെക് സ്കൂൾ എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു കോഡിങ് പഠിപ്പിക്കുക എന്നല്ല, അവരെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതിനുള്ള ഒരു വലിയ ഫയർ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് പല ഇഷ്യൂസ് ഉണ്ടാവും, ലൈക്ക് എങ്ങനെ ഈ പേപ്പർ വർക്ക്സ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ, GST എക്സെട്ര. GST ഇഷ്യൂസ് കൊണ്ട് മാത്രം പല സ്റ്റാർട്ടപ്പും ഇതുപോലെ അടച്ചു പോയിട്ടുണ്ട്. GST എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയില്ല. ഫയലിംഗ് എങ്ങനെ, ഇതിൻ്റെ പരിപാടികൾ എങ്ങനെ അറിയാത്ത ടെക് സ്കൂളിൻ്റെ ഡിഫറൻസ് ഇവിടെയാണ്. നമ്മൾ ഇതുപോലെ സ്റ്റാർട്ടപ്പ് തുടങ്ങാനും അല്ലെങ്കിൽ അവർക്കൊരു ഐഡിയ ഉണ്ട്, ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഉണ്ട്, അവർക്ക് തുടങ്ങാം. അതിനുള്ള ബാക്കിൽ നിന്നുള്ള എല്ലാ സപ്പോർട്ടും, അതിനുള്ള ബാക്ക് ഫയർ ടെക് സ്കൂളിൽ നിന്നായിരിക്കും തുടങ്ങുന്നത്. അതിനുള്ള ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, നാളെ ഇതേപോലത്തെ ഒരു അക്കാഡമി വരുവാണെങ്കിൽ വി സപ്പോർട്ട്. എന്താ അറിയോ, എത്ര അക്കാഡമി, ഞാൻ പറഞ്ഞു 1001ാമത്തെ അക്കാഡമിയാണ് ടെക് സ്കൂൾ എന്ന് പറയുന്നത് അല്ലേ. 1001ാമത് 1002ാമത്തെ നമ്മളെ പഠിപ്പിച്ച സ്റ്റുഡൻസിന് തുടങ്ങുകയാണെങ്കിലും കുഴപ്പമില്ല. കാരണം അത്രയും വലിയ മാർക്കറ്റാണ് കേരളം. നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇറങ്ങിയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യും. ഇപ്പം ലാസ്റ്റ് ഡേ എനിക്കൊരു കോൾ വന്നു. എനിക്ക് അയാൾ ആരാന്ന് എനിക്ക് അറിയില്ല, കാരണം എനിക്ക് പെട്ടെന്ന് അവൻ സംസാരിക്കും, എന്നോട് അത്രയും കമ്പനിയായിട്ടാണ് സംസാരിക്കുന്നത്. ഒരു സ്റ്റുഡൻ്റ് ആണ്. ലൈക്ക് ഞാനൊന്ന് പറഞ്ഞിരുന്നു, ഒരു സ്റ്റുഡൻറ്റ് നമ്മൾ രാത്രി ഒരു 9 മണി സമയത്ത് നമ്മൾ കണക്ട് ചെയ്തു. സാറേ, എനിക്ക് ഇങ്ങനൊരു കമ്പനി, ഒരു സൈബർ സെക്യൂരിറ്റി പഠിപ്പിക്കുന്ന ഒരു കമ്പനി തുടങ്ങാൻ താല്പര്യമുണ്ട്, ഞങ്ങളിങ്ങനെ ചെയ്താലോ വിചാരിക്കുന്നത്. ഞാൻ പറയും ചെയ്യടാ. അപ്പം ഇത് പ്രശ്നമാവുമോ? ഞാൻ ചോദിച്ചു എന്ത് പ്രശ്നം? അല്ല, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വേറൊരു കമ്പനിയായിട്ട് മെർജ് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. നീ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ മൊത്തം ഒരു ലീഗൽ സൈഡ് കാര്യങ്ങൾ ചെക്ക് ചെയ്യും. 2, ഇതിൻ്റെ അകത്ത് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ടോ? പിന്നെ പറഞ്ഞു സാറേ ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, ഞങ്ങൾക്ക് ട്രെയിനിങ് മാത്രം എടുത്ത് കൊടുത്താൽ മതി. ഓക്കെ. 3ാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, ഒരു കൺസൾട്ടൻറ്റിനെ കണക്ട് ചെയ്തിട്ട് എത്ര % ആണ് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് നിന്ന് വരാൻ പോകുന്നത് നിങ്ങളിടുന്ന സമയം കൊണ്ട്? അപ്പോൾ സാറേ അത് ഞങ്ങൾ ചെറുതായിട്ട് നോക്കിയിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു പിന്നെന്താ സാറേ ഞങ്ങൾ ചെയ്യുന്നത് ശരിയാണോ ചോദിച്ചു. അതായത് അവർ ചെയ്യുന്ന കാര്യങ്ങൾ റൈറ്റ് തന്നെയാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ, ഒന്നും നഷ്ടപ്പെടാനില്ലല്ലോ. ലൈക്ക് ഒരു ഒഡാസിറ്റി ഉണ്ടെങ്കിൽ നമുക്കത് ധൈര്യമായിട്ട് കാര്യങ്ങൾ ചെയ്തുകൂടല്ലേ. അതാണ് അതിൻ്റെ പരിപാടി. അത് ചെയ്തിട്ട് 100 കമ്പനി വന്നു കഴിഞ്ഞാലും 101ാമത്തെ ഒരു കമ്പനിക്കുള്ള സ്പേസ് മാർക്കറ്റിൽ കേരളത്തിലുണ്ട്. ഞാൻ വേറെ എവിടെയും പോകുന്നില്ല, കേരളം മാർക്കറ്റിലുണ്ട്. സോ എൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫറാനോടാണ്. പുറമേ കാണുന്ന ഇൻഫ്ലുവൻസർ ലൈഫ് വേറെയാണ്, അകത്തുള്ളൊരു CEO ലൈഫ് വേറെയാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ലൈക്ക് ഞാനൊരു CEO ലൈഫോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ ലൈഫോ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരാളാണ്. സോ കംപ്ലീറ്റ്ലി കോണ്ടന്റ് ക്രിയേഷൻ ആൻഡ് CEO ലൈഫ് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഫ്രാങ്ക്, എനിക്കങ്ങനെ ഒരു CEO ലൈഫ് അല്ലെങ്കിൽ കോണ്ടന്റ് ലൈഫ് അത് എല്ലാം മിക്സ്ഡ് ആണ്. എനിക്കങ്ങനെ എങ്ങനെയാണോ നോർമലി ഒരാൾ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ എംപ്ലോയി മൈൻഡ് സെറ്റ് എന്താണ് അതുപോലെ തന്നെയാണ് ഞാൻ. ചെറിയൊരു പണി മുതൽ മുകളിലെല്ലാം പണിയെടുക്കും. അങ്ങനത്തെ ഡിഫറൻസ് ഒന്നും വലിയ രീതിയിലില്ല.
ബട്ട് കോണ്ടന്റ് ലൈഫ് അല്ലെങ്കിൽ ആ യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഈ സോഷ്യൽ മീഡിയ ലൈഫ് നമ്മളുടെ ബിസിനസ്സിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. യെസ്. ടു ബി ഫ്രാങ്ക് നമ്മളുടെ ഒരു ബൂസ്റ്റ് ചെയ്തിട്ടുള്ള ആ സ്റ്റാർട്ട് ഇനീഷ്യലി ഉള്ള സംഭവങ്ങൾ ഇതൊക്കെ കോണ്ടന്റ് ക്രിയേഷൻ ആവട്ടെ വീഡിയോസ് ആവട്ടെ ഇതൊക്കെ എനിക്ക് അറിയുന്നത് കൊണ്ട് എനിക്ക് ഒരുപാട് കമ്പനിയെ ഹെൽപ്പ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഡിഫറൻസിനേക്കാൾ കൂടുതൽ എനിക്ക് പറയാനുള്ളത് അതെല്ലാം ഒന്നാണ്. ഐ മീൻ അതാണ് നമ്മളുടെ കംപ്ലീറ്റ് ബിസിനസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്തത് അത് സംഭവം. അപ്പം ഫോർ മീ അത് അത്ര ഡിഫറെൻ്റ് ആയിട്ടുള്ളതല്ല, ഞാൻ എല്ലാം ഒന്നിച്ച് കൊണ്ടുവന്ന ഒരാളാണ്. ഓക്കെ, ഫൈൻ. സോ നെക്സ്റ്റ് ഞാൻ ചോദിക്കരുത് എന്ന് വിചാരിച്ച ചോദ്യമാണ്, പക്ഷേ ദിസ് ഇസ് ഫോർ ഓഡിയൻസ്. എന്താണ് ഈ പറയുന്ന ഒഫൻസോ ഹാക്കേഴ്സ് അക്കാഡമി ആൻഡ് ഒഫൻസോ ടെക് സ്കൂൾ, എന്താണ് ആ ഒരു വ്യത്യാസം ആക്ച്വലി ഡിഫറൻസ്? ഞാൻ തന്നെ തുടങ്ങാം. അതായത് അജൽ ഉണ്ടാക്കിയ വസ്തുക്കളെ ഞാൻ അടിച്ചു പൊളിക്കുകയാണ്. അതായത് അവർ ഡെവലപ്പ് ചെയ്യുന്നു, ഞാനത് ഹാക്ക് ചെയ്യുന്നു. അതായത് ഒഫൻസോ ഹാക്കേഴ്സ് അക്കാദമിയിൽ കംപ്ലീറ്റ്ലി സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ് പഠിപ്പിക്കുകയാണ്. കംപ്ലീറ്റ് ടീച്ചിങ് നിങ്ങളെ ട്രെയിൻ ചെയ്യുകയാണ് എങ്ങനെ ഒരു വെബ്സൈറ്റ് ഹാക്ക് ചെയ്യണം, മീൻസ് വിത്ത് പെർമിഷൻ. ഹാക്ക് ചെയ്യുക എന്ന് പറയുന്നത് ചുമ്മാ എല്ലാം കയറി ഹാക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ വെബ്സൈറ്റ് ടെസ്റ്റ് ഇപ്പോൾ ഇവർ ഡെവലപ്പ് ചെയ്യും. ദേ ആർ ഡെവലപ്പിംഗ് പ്രോഗ്രാംസ് ഉണ്ടാക്കും, സോഫ്റ്റ്വെയർസ് വെബ്സൈറ്റ് ഒക്കെ ഉണ്ടാക്കുന്നു. ഇത് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് ടെസ്റ്റ് ചെയ്യണം അത് ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ബൈക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ബൈക്ക് എൻജിൻ കറക്റ്റാണോ വർക്ക് ചെയ്യുന്നത്, അത് ഓരോ ടെസ്റ്റ് ഉണ്ടാവും, അതിൻ്റെതായ ക്വാളിറ്റി അസസ്മെൻ്റ് ഉണ്ടാവും. സോ സെയിം കേസ് നമ്മളുടെ ഒരു ബാങ്ക് ഉണ്ടായി ഇങ്ങനെ അതിന് ATM ഉണ്ട്, അതേപോലെ ബാങ്കിന് 500 to 600 സോഫ്റ്റ്വെയർ ഉണ്ട്. ഇതൊക്കെ ടെസ്റ്റ് ചെയ്യണം. അത് RBIൻ്റെ റൂളാണ്. അവരുടെ ATM ഹാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇതൊക്കെ ടെസ്റ്റ്. ഇത് എത്തിക്കൽ ഹാക്കിംഗ് കംപ്ലീറ്റ്ലി പഠിപ്പിക്കുന്ന സ്ഥാപനമാണ് ഒഫൻസോ ഹാക്കേഴ്സ് അക്കാദമി. ഡെവലപ്മെൻറ്റ് പഠിപ്പിക്കുന്ന സ്ഥാപനമാണ് ഒഫൻസോ ടെക് സ്കൂൾ. ബോത്ത് ആർ ഡിഫറെൻറ്റ് ആക്ച്വലി. ബട്ട് വാട്ട് മേക്സ് ഡിഫറൻസ് ഈസ് നമ്മൾ പ്ലേസ്മെൻറ്റ് സപ്പോർട്ടാണ് കൊടുക്കുന്നത്. ബട്ട് ടെക് സ്കൂൾ കൊടുക്കുന്നത് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനുള്ള ഒരു ഫയറാണ് കൊടുക്കുന്നത്. ദാറ്റ്സ് ദ കംപ്ലീറ്റ് ഡിഫറൻസ്. ഓക്കെ, ഇപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഓഡിയൻസിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒഫൻസോ ഇസ് നവർ ബ്രാൻഡ്. ഒഫൻസോ ഒരു ബ്രാൻഡാണ്. നാളെ ഒഫൻസോയ്ക്ക് ഇപ്പം ഒഫൻസോ ഹാക്കേഴ്സ് അക്കാഡമി വന്നു, പിന്നെ ഒഫൻസോ ടെക് സ്കൂൾ വന്നു, ഇനി ഒഫൻസോയ്ക്ക് താഴെ എന്തൊരു അക്കാഡമി അല്ലെങ്കിൽ എന്തൊരു പ്ലാൻ വന്നു കഴിഞ്ഞാലും സ്റ്റാർട്ടപ്പ് വന്നു കഴിഞ്ഞാലും ആൾക്കാർ ഇതേ ക്വസ്റ്റ്യൻ വീണ്ടും ചോദിക്കും, എന്താണ് വ്യത്യാസം? ബിക്കോസ് ഒഫൻസോ ഇസ് എ ബ്രാൻഡ്. 2023 ഒന്ന് തിരിഞ്ഞു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നത്തെ സ്റ്റാർട്ടപ്പ് ചെയ്ത യങ് ബോയ്സ്, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ 8 പേരാണ്, പക്ഷേ നമുക്ക് 2 പേരേ ഉള്ളൂ. ബാക്കി 6 പേരെയും പ്രതിനിധീകരിച്ച് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? 2023 നിന്ന് ഇവിടെ എത്തുമ്പോൾ തോന്നുന്നേടാ 2 വർഷം കൊണ്ട് നമ്മളൊരു ബ്രാൻഡായി, അല്ലെങ്കിൽ 3 വർഷം കൊണ്ട് നമ്മളൊരു ബ്രാൻഡായി. ഐ നോ അതിൻ്റെ പിന്നിൽ ഒരുപാട് ഹാർഡ് വർക്ക് ഈ 8 പേരും അവരുടെ ടീമും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വാട്ട് ഡു യു ഫീൽ റൈറ്റ് നൗ ആ ഒരു ജേർണിയെ പറ്റി? ഐ ക്യാൻ ആൻസർ ദാറ്റ് വൺ. ആക്ച്വലി കല്യാണി ഞങ്ങൾ ഞെട്ടിട്ടില്ല, ഞങ്ങൾ ഒട്ടും ഞെട്ടിയിട്ടില്ല. ഞങ്ങൾ 4 വർഷം എന്ന് വിചാരിച്ചത് 3 വർഷം കൊണ്ടായി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടോപ്പിക്, സെലക്ടിങ് കോ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ കൂടുള്ള ആളെടുത്ത് പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന ബിസിനസ്സിനെയും 100% ട്രസ്റ്റബിൾ ആവുക, 100% അതിൽ കോൺഫിഡൻസ് ഉണ്ടാവുക. ഈ 2 മെഷർ മതി. അത് കറക്റ്റാണെങ്കിൽ ഈ പറഞ്ഞ ഔട്ട്പുട്ട് വൈകാതെ എത്രയും പെട്ടെന്ന് നമ്മളെടുത്ത്, അത് ഏത് ബിസിനസ് എന്നല്ല, അത് ലൈഫിലായിക്കോട്ടെ, നമ്മൾ ചെയ്യുന്ന എന്തൊരു ചെറിയ കാര്യത്തിലായിക്കോട്ടെ, അത് ഈ കൂട്ടുകളൊക്കെ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും ആവുമ്പോഴേ ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റും നമ്മൾ ഈ ചെയ്തിട്ടുള്ള ഈ 3 കാര്യങ്ങളാണ്. ആദ്യത്തെ ഈ ഓപ്ഷനാണ് കോ ഫൗണ്ടേഴ്സ്, രണ്ടാമത്തെ കാര്യങ്ങളാണ് നമ്മളെ ട്രസ്റ്റ്, മൂന്നാമത്തെ കോൺഫിഡൻസ്. ഈ 3 മിക്സ്ചറാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ഞങ്ങൾ ഞെട്ടിയിട്ടില്ല. ഫറ ഞെട്ടിയിട്ടുണ്ട് പറയുന്നത്. ഞാൻ ആൻസർ ഇങ്ങനെ നോക്കുക എന്താ പറയാന്നുള്ളത്. നെട്ടില്ലെന്ന് വെച്ചാൽ എനിക്കിപ്പോഴും ഇല്ലാതെ നമ്മളെവിടെ എത്തിയിട്ടില്ല എന്നാണ്. മീൻസ് നമ്മളിപ്പോഴും ഗ്രോയിങ് ആണ്. വലിയൊരു ബ്രാൻഡായെന്ന് മീൻ ആൾക്കാർക്ക് അറിഞ്ഞിട്ട് എന്തായാലും എൻ്റെ കമ്മിങ് ടു ദ പോയിന്റ് നമ്മളിപ്പോഴും ഗ്രോയിങ് ആണ്. ഒരുപാട് പോകാനുണ്ട്. അതാണ് ഈ ഒരു ചിന്താഗതിയാണ് നമ്മളെ വളർത്തുന്നത്. ഞങ്ങൾ ഈ പറയുന്ന മീറ്റിങ്ങിൽ ഇങ്ങനെ ഇരിക്കുന്ന ഫർഹാനും ഇങ്ങനെ ഇരിക്കുന്ന അജലല്ല, ഞങ്ങളുടെ മീറ്റിങ്ങിൽ വളരെ ഓപ്പൺ അപ്പ് ആയിട്ടുള്ള അടികളാണ്. അതായത് അടികൾ എന്ന് പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആവാറില്ല ഞങ്ങളുടെ മീറ്റിംഗ്സ്. എവറി മീറ്റിംഗ് സാറ്റിസ്ഫൈഡ്. ഒരാളും സാറ്റിസ്ഫൈഡ് ആവില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പോരാ. എത്ര വന്നു കഴിഞ്ഞാൽ ഇപ്പം ഒരു 500 ആൾക്കാർ ഒരുമിച്ച് പഠിക്കാൻ വന്നാലും അല്ലെങ്കിൽ പുതിയ എത്ര ലാബ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പോരാ, ഇത് പോരാ,
നമ്മളെ ക്ലാസ് കംപ്ലീറ്റ് ആയി പോരാ, നമുക്ക് ഓൺലൈനിൽ അടുത്ത ഫ്ലോർ തുടങ്ങാം, പോരാ നമ്മൾക്ക് അടുത്ത ഇപ്പോൾ ബ്രാഞ്ചസ് കോഴിക്കോട് വന്നു, പോരാ ട്രിവാൻഡ്രം, ഇത് ഇവിടാണ് നമ്മുടെ ഒരു അതായത് നെക്സ്റ്റ് പ്ലാൻ ഞങ്ങൾ എന്താണെന്നുള്ളത് ഞങ്ങൾ എന്തെങ്കിലും തീർന്നതുകൊണ്ടല്ല പുതിയൊരു സംഭവം കൊണ്ടുവന്നത്. ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് ഒരു ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾ 8 പേര് ഉദ്ദേശിക്കുന്നത്, ഞങ്ങളുടെ ടീമിൽ വരാൻ പോകുന്ന അടുത്ത കുറച്ച് പേര് ഞങ്ങളെ കൂടെ വർക്ക് ചെയ്യാൻ പോകുന്നത്, ഞങ്ങൾക്ക് എംപ്ലോയി മൈൻഡ് സെറ്റ് തന്നെയാണുള്ളത്. ഫറാനോട് നേരത്തെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, CEO ഫറാൻ കമ്പനീൻ്റെ CEO ആണെന്നുള്ളത് ഞങ്ങൾ ഏതൊരു സ്റ്റാഫിനെയും റാൻഡംലി ഒരു കോളിൽ എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഒരു CEOൻ്റെ രീതിയിലാണ് ബിഹേവിങ്. അല്ല, അയാൾ വന്നത് എംപ്ലോയി മൈൻഡ് സെറ്റിലാണ്. ഞങ്ങൾ കൂടെയുള്ള ബാക്കി 7 ആൾക്കാരും എംപ്ലോയി മൈൻഡ് സെറ്റാണ്. എങ്ങനെയാണ് എംപ്ലോയി മൈൻഡ് സെറ്റിലുള്ള ആൾക്കാർക്ക് CEO സാധനം ഇതൊരു ആ കമ്പനീൻ്റെ ടേം ലൈക്ക് വാല്യുബിൾ സാധനമാണെന്ന് അറിയാം ഞങ്ങൾക്ക്. പക്ഷേ നമ്മളെ ബിഹേവിയറും നമ്മളെ എംപ്ലോയീസിനെ ഹാപ്പി ആക്കി വെക്കുക, ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുമ്പോഴേ ഒരു 100% ഔട്ട്പുട്ട് അവർ നമുക്ക് തരുള്ളൂ. ലൈക്ക് ഒഫൻസ് ഒരിക്കലും ഒരു കോർപ്പറേറ്റ് കമ്പനി അല്ല, ഇനി ആയാലും അതിലൊരു കോർപ്പറേറ്റ് കൾച്ചർ ഞങ്ങൾ കൊണ്ടുവരില്ല. മനസ്സിലായോ? അതാണ് ഞങ്ങൾ ഇപ്പം മാറ്റം വരുത്താൻ നോക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇനിയിപ്പോൾ അടുത്തൊരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുമ്പോഴും ഞങ്ങളെ എംപ്ലോയീസിന് ഞങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കൊടുക്കാതെ, സ്ട്രെസ്സ് കൊടുക്കാതെ വളരെ ഹാപ്പിക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഞങ്ങൾ തുടങ്ങുന്ന സ്ഥാപനത്തിലും ഈ പറഞ്ഞ കാര്യങ്ങൾ കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. ഓക്കെ, കഴിഞ്ഞ 3 വർഷമായിട്ട് കാണുന്ന സിഇഒയിൽ നിന്ന് എനിക്കറിയാം, ഇപ്പോൾ കുറച്ച് മുമ്പ് പറയുന്നുണ്ടായിരുന്നു CEO ആയിട്ട് ഫറാൻ ഇതുവരെ നിന്നിട്ടില്ല. പക്ഷെ എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, ഈ സിഇഒയിൽ നിന്ന് ഈ CEO എന്തൊക്കെ പഠിച്ചു, എന്തൊക്കെ പഠിക്കാൻ പറ്റി? ആക്ച്വലി ഒരു സ്റ്റാഫിൻ്റെ അടുത്ത് CEO ആയിട്ട് നിൽക്കണമെന്ന് വേണ്ടതെന്നുള്ളത് അത് ഞാൻ ഫറാനിൽ ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ള സാധനം. അതായത് ഞാൻ വിചാരിച്ച നമ്മളൊരു എക്സ്പീരിയൻസ് അല്ലേ എന്തൊക്കെ പറഞ്ഞാലും, ഇപ്പോൾ ഏതൊക്കെ കണ്ടു കഴിഞ്ഞാലും, ആരൊക്കെ കഥ കേട്ട് കഴിഞ്ഞാലും, എന്ത് കേട്ടാലും നമ്മൾ മുമ്പിൽ കാണുന്ന സ്റ്റോറീസ് അല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുക. അതിൽ ഫർഹാൻ്റെ സ്റ്റോറി വൺ ഓഫ് ദി ഇൻഫ്ലുവൻഷ്യൽ കാര്യമാണ് എനിക്ക്. കാരണം ഫർഹാൻ കമ്പനീൻ്റെ CEO ആണ്. പക്ഷേ ഫർഹാൻ്റെ റൂമിൽ കയറാൻ ഒരു പേടിക്കുന്ന ഒരാളവിടെ ഇല്ല. പക്ഷേ ഫർഹാൻ പറയേണ്ട കാര്യങ്ങൾ വളരെ ലീഡർഷിപ്പോടെ കാര്യങ്ങൾ പറയും. പക്ഷേ അത് പറയേണ്ട രീതിയിൽ വളരെ മയപ്പെട്ട് കാര്യങ്ങൾ പറയുക എന്നൊരു സാധനമുണ്ട്. അത് പലരും കണ്ടുപഠിക്കേണ്ട സാധനം എന്ന് പറയും. പലരും സ്ട്രെസ് ഫ്രീ ആയിട്ട് പല സാധനങ്ങൾ സ്ട്രെസ്സോടെ പല കാര്യങ്ങളും പല ഓഫീസിലും പോകുന്ന കാര്യങ്ങൾ കാണാറുണ്ട്. ഒഫൻസോനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഫർഹാനെ സംബന്ധിച്ചിട്ട് അങ്ങനത്തെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല. ഞാനത് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം. അതായത് ഞാനൊക്കെ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ടീച്ചർ അത് ആ മോഡൽ എന്താണെന്ന് വെച്ചാൽ അവരെ മുമ്പ് പഠിപ്പിച്ചത് ആയിരിക്കും അവർ റിപ്പീറ്റഡ് ആക്കുക. എൻ്റെ മുമ്പുള്ള മാനേജേഴ്സും ഇന്നെ മുമ്പ് ട്രെയിൻ ചെയ്തിട്ടുള്ള ആൾക്കാരും മോഡലായിരിക്കും ഞാൻ ഉണ്ടാവുക. പക്ഷേ സിമ്പിൾ ഫാക്ട്സ്, അതായത് വൺസ് യു ആർ ഇൻ ദ കമ്പനി, ഈവൻ അത് CEO ആയാലും ആരായാലും അവരൊരു എംപ്ലോയി ആണ്. മറ്റുള്ളവർ നമ്മൾ തമ്മിൽ ആ ഒരു പൊസിഷൻ മാത്രമേ വ്യത്യാസമുള്ളൂ. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ അവിടുത്തെ ഒരു എംപ്ലോയി ആണ്. ഐ മീൻ അവരോട് ഇപ്പോൾ ഒരു ചൂടാകുക അല്ലെങ്കിൽ റോങ്, അതിന് റൈറ്റ്സ് ഇല്ല ആക്ച്വലി അങ്ങനെ ചെയ്യുന്ന ഇതൊന്നും ഭയങ്കര എനിക്ക് ഓക്വേർഡാണ് ഇപ്പം ചിന്തിക്കുമ്പോൾ. അതായത് ഒരു 10 വർഷം മുമ്പാണെങ്കിൽ എനിക്കത് തെറ്റായിട്ട് തോന്നൂല. പക്ഷെ ഇപ്പം അത് ചെയ്യുന്നത് ഏറ്റവും വലിയ പഴയ ഫയറാണ്. അതായത് നമ്മൾ അങ്ങനെയാണ് നമ്മൾ പല ട്രെയിനിങ്സിൽ നമ്മളെ ട്രീറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അടുത്ത ആൾക്കാരെ വരുമ്പോഴും നമ്മളെ ശരിയെന്താ ഇങ്ങനെ ചെയ്യണമെന്നല്ല. അതായത് എന്തെങ്കിലും ഒരു വഴി കണ്ടുകഴിഞ്ഞാൽ ആദ്യം ഇപ്പം എക്സാമ്പിൾ വേണ്ട, അല്ല അതാക്കിയിട്ടുള്ള കുറേ ഇൻസിഡൻസ് ഉണ്ട്. അതായത് നമ്മളോട് കാണിച്ച ബിഹേവിയറിനെ കൊണ്ട്. പക്ഷെ പിന്നെ നമ്മളെ കൂടെ ഉള്ള ആൾക്കാരെ നമ്മൾ റിഫൈൻ ചെയ്യും. അത് നല്ല രീതിയിൽ നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കുക. അത് ഏറ്റവും നല്ല കാര്യം. മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മളുടെ കോ-ഫൗണ്ടേഴ്സിൽ 8 ആളും എംപ്ലോയി മൈൻഡ് സെറ്റിൽ വരുന്നത്. ഐ മീൻ 8 to 9 years ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടാണ് നമ്മളൊരു കമ്പനി തുടങ്ങുന്നത്, സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നത്. അപ്പോൾ അവിടെ ഇവർ ഫേസ് ചെയ്ത പല ഇഷ്യൂസ് ഉണ്ടാവും. ചിലപ്പം മുതലാളി ചൂടായതാകാം, ലീവ് തരാത്തതാവാം. പല ഇഷ്യൂസും നമ്മൾ സോർട്ട് ഔട്ട് ചെയ്തിട്ട് ഇതെങ്ങനെ നമ്മൾ ഇവിടെ അത് ആവർത്തിക്കാതിരിക്കാം, വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാതെ നല്ലൊരു എക്സ്പീരിയൻസ് എങ്ങനെ കൊടുക്കാം, ഇതൊക്കെ ആലോചിച്ചിട്ട് പലതും നമ്മൾ റിഫൈൻ ചെയ്തിട്ടുണ്ട്. എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റില്ല, ബട്ട് മോസ്റ്റ് ഓഫ് ദ തിങ് റിഫൈൻ ചെയ്തിട്ട് അതില്ലാതെ. ന്യൂ ഇയർ ആകുമ്പോൾ ഈ 2026 ന്യൂ ഇയർ ആകുമ്പോൾ 1-ാം തീയതി ഞങ്ങൾ നീക്കൂല. ഞങ്ങൾ പരിപാടി കഴിഞ്ഞ് കിടക്കുമ്പോൾ തന്നെ ലേറ്റ് ആവും. പരിപാടി കഴിഞ്ഞ് നല്ല രീതിയിൽ ഇങ്ങനെ പോകുമ്പോൾ സ്റ്റാഫിനോട് എങ്ങനെ 1-ാം തീയതി ജോലിക്ക് വരാൻ പറ്റും? പറയാൻ പറ്റുമോ? 1-ാം തീയതിയാണ് നല്ല ദിവസമാണ്, നിങ്ങൾ വരണം, ഞങ്ങൾ വരില്ല. അത് ശരിയല്ല. ഞങ്ങൾ അന്ന് ഡിസിഷൻ എടുത്തു. ഒഫൻസോ ഹാക്കേഴ്സ് അക്കാഡമി, ഒഫൻസോ ടെക് സ്കൂൾ, ഈ 2 കമ്പനീസും ലീവാണ്. ഈ 2 കമ്പനീസിനും ലീവ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ തല ഒന്നാണ്ട് എങ്ങനെ വരിക വന്നിട്ട് എന്താ കാര്യം? അതായത് ഒരു സ്റ്റാഫ് വന്നിട്ട് അവൾക്ക് 365 ദിവസവും ശമ്പളം കൊടുക്കുന്ന നമ്മൾ അതുകൊണ്ട് അവളോട് കൃത്യമായിട്ടൊരു ദിവസം പുള്ളി കാര്യമില്ല. വന്നിട്ട് ആ സ്പേസും
അവിടുത്തെ കറണ്ടും പോക്കിയിട്ട് എന്താ കാര്യമുള്ളത്? വരുവാണെങ്കിൽ അവിടെ ഫുൾ ടൈം അവൈലബിൾ ആവണം, അല്ലെങ്കിൽ വരണ്ട. ഇവിടെ ഇരിക്കുന്നതൊക്കെ ഉണ്ടായി ഈ വാക്കിൽ നമ്മൾ തർക്കം ഉണ്ടായിട്ടുണ്ട്. അതെ അതെ, അത് വേറെ കാര്യം. അത് വേറെ, അതാ പറഞ്ഞേ. നമ്മൾ ആ ഒരു പാർട്ടാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾക്ക് നമ്മളെ കൂടെ ഉള്ള ആൾക്കാർ അടുത്തൊരാളെ ട്രീറ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ ബെറ്റർ വേർഷൻ ആവണം. അതായത് ഒരിക്കലും ചിന്തിക്കേണ്ടാതെ, അല്ലെങ്കിൽ ഞാൻ പണ്ട്, അതായത് 10 വർഷം മുമ്പുള്ള അജലിനോട് ഇപ്പോൾ പറയുകയാണെങ്കിൽ നെക്സ്റ്റ് ഒരാൾ ഗ്രോ ചെയ്യുമ്പം മുഴുവനായിട്ട് ഗ്രോ ചെയ്യുക എന്നുള്ള രീതിയിൽ ചെയ്യിപ്പിക്കണം. അതായത് ഒന്നുകൂടെ പറയാം, ഒരു 10 വർഷം മുമ്പുള്ള അജലിനോടാണ് ഞാൻ പറയും, അജലിനേക്കാളും ബെറ്റർ ആയിട്ടൊരു പേഴ്സൺ വേണ്ട, അജലിൻ്റെ താഴെ നിൽക്കുന്ന ഒരു ബെറ്റർ പേഴ്സൺ ഉണ്ടാക്കി. പക്ഷെ ഇപ്പം ഞാൻ പറയും, എനിക്ക് എന്നെ മേലെ നിൽക്കുന്ന ഒരു ലീഡറിനെ വേണം, അപ്പോഴേ ഞാൻ നല്ല ലീഡർ ആവുള്ളൂ. അതാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത്. ഇപ്പോൾ ഈ 2026 ഒരു ബിസിനസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ബിസിനസ്സുകൾ എന്ന് വേണമെങ്കിൽ പറയാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ ഒഫൻസോ എന്ന് പറയുന്ന എന്നോട് എന്തെങ്കിലും പറഞ്ഞോട് വെച്ചോ. അതല്ല, ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ ഫറാനെ പോലൊരു ഇൻഫ്ലുവൻസർ വാസ്, നമുക്കത് വേണമായിരുന്നു എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ടായിരുന്നു. അതുപോലെ ഒരു ഇൻഫ്ലുവൻസറിന് എളുപ്പമാണോ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി അതിലങ്ങ് ഫ്ലറിഷ് ചെയ്ത് അങ്ങനെ പോകാൻ? ഇപ്പൊ കുറച്ചും കൂടി ബിസിനസ് വളർത്താനും അല്ലെങ്കിൽ സ്റ്റാർട്ടപ്സ് വളർത്താനും എളുപ്പമായിന്ന് അങ്ങനെ ഒരു പോയിന്റ്? ഒരിക്കലുമില്ല. ഇപ്പം പുതിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒഫൻസോ എടുത്ത സ്ട്രഗിളിനെക്കാട്ടും കൂടുതൽ, ലൈക്ക് ആക്കേഴ്സ് അക്കാഡമി എടുത്ത സ്ട്രഗിളിനെക്കാട്ടും കൂടുതൽ സ്ട്രഗിൾ ഇവിടെ എടുക്കുന്നുണ്ട്. അല്ല, ഇത് ചോദ്യം എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനും ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പറ്റുമെന്നാണോ? എനിക്ക് അതൊന്ന് റിഫൈൻ ചെയ്ത് അതൊന്നുകൂടെ ക്ലിയർ ആക്കുക, ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടില്ല ഒന്നുകൂടെ. അതായത് ഒരു ബിസിനസ് ഇപ്പോൾ പണ്ടത്തെ പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് ഫ്ലെക്സ് അടിക്കണം, അതിന് ബ്രാൻഡിങ് ചെയ്യാനായിട്ട് നമ്മൾ അത്രയും ഇൻവെസ്റ്റ് ചെയ്യണം, മണി ഇൻവെസ്റ്റ് ചെയ്യണം. പക്ഷേ ഇപ്പോൾ കുറേ പേര് മനസ്സിലാക്കി വെച്ചേക്കുന്നത്, ഞാൻ ഇൻഫ്ലുവൻസർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പുഷ്പം, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. ഇൻഫ്ലുവൻസേഴ്സ് ഓൺലൈനായിട്ടാണെങ്കിലും ഒരുപാട് ബിസിനസ് ചെയ്ത് അവർ ഗ്രോ ചെയ്യുന്നുണ്ട്. സോ ഒരുപാട് പേര്, എനിക്കറിയില്ല അത് എന്ത് ധാരണയെന്നാണ് ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ക്വസ്റ്റ്യൻ. അതായത് ഒരു ഇൻഫ്ലുവൻസർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിസിനസ് തുടങ്ങാനും ബിസിനസ്സിൽ ഫ്ലറിഷ് ആവാനും ഒക്കെ ഭയങ്കര എളുപ്പമാണ്. അത് ഞാൻ ഒരിക്കലുമില്ല. അത് എല്ലാം ടീമാണ്. ആക്ച്വലി ഒരു ടീം ഉണ്ടാവാതെ എങ്ങനെയാണ്, ലൈക്ക് ഇപ്പം എല്ലാവരും ഇപ്പം ഈ ചെയ്യുന്ന ഫറാൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഏതൊരു ഇൻഫ്ലുവൻസറും ചെയ്യുന്ന A to Z പണികൾ അവരെ കൊണ്ട് എടുപ്പിക്കുകയാണെന്നാണോ? ഇപ്പോൾ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഷോ ആണ് പേർലി മണി ഷോ. വലിയൊരു ക്രൂ മെമ്പേഴ്സ് ഉണ്ട്. എത്ര മെമ്പേഴ്സ് അതിനകത്തുണ്ട്, ഇൻക്ലൂഡിങ് ഹെർ ഹസ്ബൻഡ് ടു, അല്ലേ? അതിലൊരു വലിയ ടീം വർക്കൗട്ട് ചെയ്യുന്നതിനെ കൊണ്ടാണ് അത്ര നല്ല ഔട്ട്കം വരുന്നത്. അതായത് ആ ടീമിലെ ആൾക്കാരോട് ഫുള്ള് വരുന്ന പരിപാടി ഇങ്ങനെയാണ്, അവരോട് ഇങ്ങനെ ബിഹേവ് ചെയ്യണം, ഇങ്ങനെ സ്ട്രെസ് കൊടുത്തു കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് ചിരിച്ചിട്ടിരിക്കുക? അവർ ബാക്കിൽ റെക്കോർഡിങ് കിട്ടല്ലോ, ബാക്കിലുള്ള ചിരികൾ നമ്മൾ കേൾക്കാറില്ലേ? സോ ഇതിനെ എങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നത്, ലൈക്ക് ഇപ്പോൾ ഒരു ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഈസിയാണെന്ന് ചോദിച്ചാൽ അല്ല, അത് ഈസി അല്ല. അത് ആദ്യം തൊട്ടിട്ട് കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്ത്. അതിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്, പണ്ട് പൈസ ചെലവാക്കുന്നത്ര ഇപ്പം ചെലവാക്കണമെന്ന് നിർബന്ധമില്ല. കാരണം അന്ന് TV ആഡ്സ് വേണം, പേപ്പേഴ്സ്, ന്യൂസ്, ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ അടിച്ചിറക്കണം. ഇപ്പം സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് മേ ബി കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും. എന്ത് തന്നെ ആയാലും ഒരു ബിസിനസ് വളർത്തിയെടുക്കണം, അത് വലുതാക്കണം, സ്റ്റാർട്ടപ്പിൽ നിന്നുള്ളൊരു സ്റ്റേജ് മാറണം. ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഇവിടെയാണ് ടീമിൻ്റെ ആവശ്യം വരുന്നത്. സ്റ്റാർട്ട് ചെയ്യാം, സ്റ്റാർട്ടായിരിക്കും ചെയ്യാം, അത് പെർസിസ്റ്റ് ചെയ്യുന്നത്, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്, എത്ര പോയി. അതായത് വർഷങ്ങളോളം ബിസിനസ് എത്തിക്കലാണ് അതിൻ്റെ ഒരു സക്സസ്. അവിടെയാണ് ടീം, അതിലാണ് ടീമിൻ്റെ ആവശ്യം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കംപ്ലീറ്റ്, അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് വലിയൊരു മാറ്റം കൊണ്ടുവരണം ആഗ്രഹമുണ്ട്, വലിയൊരു ആഗ്രഹമാണത്. ആ ആഗ്രഹം ഏത് ലെവലിൽ എത്തിക്കണം എന്ന് ചോദിച്ചാൽ എക്സാമ്പിൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാമ്പിളാണ് ബൈജൂസ് എന്ന് പറയുന്നത്. അതായത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി മറിച്ചവർ ബൈജൂസാണ്. വീട്ടിൽ നമ്മൾ പറഞ്ഞ പോലെ ഞാൻ ട്യൂഷന് പോയ ആളാണ്. ഈ ട്യൂഷന് പോയ ആൾ പിന്നെ കാണുന്ന കുട്ടികൾ ടാബിൽ നിന്ന് പഠിക്കുകയാണ്. ടാബ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫുള്ള് പോകുന്നു വരുന്നു, അതായത് ഈ വരുന്ന പരിപാടിയൊന്നുമില്ല. ഫാമിലിയിൽ ഇപ്പോൾ 4 മക്കളുണ്ടെങ്കിൽ ആദ്യം ഒരു ഫോണ് അതായിരിക്കും എല്ലാവർക്കും ഉപയോഗിക്കും. അങ്ങനെയല്ല, എല്ലാവരും. അതായത് ഇതിന്റെ വലിയ മാറ്റം കൊണ്ടുവന്ന ബൈജൂസ് ആണ്. അതായത് ഇത് ബൈജൂസ് കൊണ്ടുവന്നതിനെ കൊണ്ട് എന്താണെന്ന് വെച്ചാൽ കൊറോണ കാലത്ത് കംപ്ലീറ്റ്ലി കുട്ടികൾക്ക് സ്മാർട്ട് ഫോൺ വരെ വിതരണം ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം നമുക്ക് ഉണ്ടായിരുന്നു, അല്ലേ? ആ കൊറോണ കാലയളവിൽ എത്ര വീടുകൾക്ക് ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്കും കോളേജ് പല സ്കൂൾസും അത് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പഠനം കൃത്യമായിട്ട് നടക്കണം എന്നുള്ളത് ഗവൺമെൻറ് നിർബന്ധം ഉണ്ടായിരുന്നു, അത് ചെയ്യിക്കണം, കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യണം. ഇത് ഓൺലൈൻ കാര്യങ്ങൾ അതിനു മുൻപ് ബൈജൂസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ട്യൂഷൻ ഫോമാറ്റിൽ ക്രിയേറ്റ് ചെയ്തു. ഇത് പലരും കോപ്പി ചെയ്ത് അത് വളരെ നന്നായിട്ട് ഇപ്പം ലൈക്ക് ആ ഒരു സാധനം കൊണ്ടുവന്നത് പബ്ലിക്കലി കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്ന് അറിയിച്ചത് ബൈജൂസ് തന്നെയാണ്.
So this was my last question. So now we are moving to a CEO special rapid round. And നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അറിയില്ല. റാപ്പിഡ് റൗണ്ട് എന്താണ് എന്ന് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ജസ്റ്റ് ഒരു സിമ്പിൾ എക്സ്പ്ലനേഷൻ. ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒരാളോടായിരിക്കും ഞാൻ ചോദിക്കുന്നത്. എനിക്ക് ആലോചിച്ച് തരുന്നൊരു ഉത്തരമല്ല, റാപ്പിഡായിട്ട് എനിക്ക് ഞാൻ തീ പോലെ ചോദിക്കും, തിരിച്ച് തീയായിട്ട് എനിക്ക് ഉത്തരം തരണം. ഓക്കെ എന്താ റൗണ്ട്? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണോ? യെസ് ഓർ നോ ഉണ്ട്, അല്ലാണ്ടുണ്ട്. ഓക്കെ. അതൊന്നുണ്ടായിരുന്നു. ഫറാൻ, യെസ്. are you a micromanager or I trust my people person? മോനെ ഇപ്പൊ നേരത്തെ പറഞ്ഞ എംപ്ലോയി സെറ്റിന്റെ കാണിക്കോ പോട്ടെ. അതായത് ഇതിന്റെ മിഡിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റും. അത് യെസ് അപ്പുറം ഇപ്പുറം ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ മൈക്രോയിൽ ഇടപെടാറുണ്ട്, ബട്ട് ഐ ട്രസ്റ്റ് മൈ എംപ്ലോയീസ്. അതാണ് കൂടുതൽ. എംപ്ലോയീസിനെ ട്രസ്റ്റ് ചെയ്യുന്നത് എനിക്ക് കൂടുതലാണ്, പക്ഷെ അവിടെ പ്രശ്നം വന്നിട്ടുമുണ്ട്. അങ്ങനെ ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്തിട്ട് ഇഷ്യൂസ് വന്നിട്ടുമുണ്ട്. സോ ഐ ക്യാൻ സേ ഒരു 70% ട്രസ്റ്റും 30% മൈക്രോ മാനേജ് ആ ഒരു രീതിയാണ്. കംപ്ലീറ്റ്ലി 50-50 അല്ല, ബട്ട് കംപ്ലീറ്റ്ലി ഒന്നും 100 അല്ല. യെസ്. Okay. So next is for Ajal. Discipline or freedom? ആക്ച്വലി ബോത്ത്. This is not ഒരു ഡിസിപ്ലിൻ വേണം, ഒരു ഫ്രീഡം വേണം. അതായത് നമുക്ക് ഒരു ചായ കുടിക്കാൻ ഒരു സമയം എടുക്കാം അല്ലേ? അതായത് ഓഫീസ് ടൈമിൽ രാവിലെ 9 മണിക്കൊന്നും ചായ കുടിക്കുന്നത് ശരിയില്ല. പക്ഷെ അത് 10:30 പോയിട്ട് ഒരു വൃത്തിക്ക് ഒരു ചായ കുടിക്കുന്നതിന് കുഴപ്പമില്ല. മനസ്സിലായോ? അതായത് രാവിലെ 9 മണിക്ക് വന്ന പാടന്നെ ചായ കുടിക്കാൻ പോകരുത്. അതൊരു ഡിസിപ്ലിൻ ഇല്ലാത്ത പരിപാടിയാണ്. പക്ഷേ അവർക്കൊരു ഫ്രീഡം ഉണ്ട്. ഒരു 10:30 ആകുമ്പം പോയിട്ട് ചായ കുടിക്കാം. സിമ്പിളാണ്. ഓക്കെ. ഒരു സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ടിനോട് ചോദിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ ചോദിക്കാം. ഗൂഗിൾ ഓർ ChatGPT? സിമ്പിൾ. അതിപ്പോ എന്താ ചോദിക്കാനുള്ളത്? ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ 100 ലിങ്ക് വരും. വ്യത്യാസമുണ്ട്. ഗൂഗിൾ നമ്മൾക്ക് ഒരുപാട് സോഴ്സിൽ കയറി ഇറങ്ങാം. ChatGPT ആ സോഴ്സിൽ കയറി ഇറങ്ങി നമ്മൾക്കൊരു ഫൈനൽ ഉത്തരം. സ്പൂൺ ബട്ട് തിങ് ഈസ് ChatGPT ഒരുപാട് മിസ്റ്റേക്സ് വരാറുണ്ട്. അപ്പൊ അത് കുറച്ചുകൂടി റെക്ടിഫൈ ചെയ്യാൻ ഞാൻ ഗൂഗിൾ യൂസ് ചെയ്യും. ദിസ് ഇസ് നോട്ട് ആക്ച്വലി റാപ്പിഡ് ഫയർ. അതെന്ന് വെച്ചാൽ ഞാൻ ചോദിക്കുന്നതിന് നിങ്ങൾക്ക് ഉത്തരവില്ല. യു ഗൈസ് ആർ എന്താ പറയാ, ന്യൂട്രലിൽ നിൽക്കുകയാണ്. അതങ്ങനെയാണ്. ചില ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസ് ആ മോഡലാ. സോറി. സോ വി ആർ ഗോയിങ് ടു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ സെഗ്മെന്റ്. അതിൽ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, ഞാനിത് ആക്ച്വലി വെരിഫൈ ചെയ്തതാണ്. ഒരു കോ ഫൗണ്ടറിനെ വെച്ച് വെരിഫൈ ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഐ തിങ്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആപ്റ്റ് ആവുന്ന അജലിനായിരിക്കും. എക്സാംസ് ആർ ഈസിയർ ദാൻ ബിസിനസ് ഡിസിഷൻസ്? ഫോർ മീ നോ. നോ. ഓക്കെ. ഇനി എപ്പോഴും ഗൂഗിൾ ആണല്ലോ വരുന്നത്. ഗൂഗിൾ ഹാവ് സേവ്ഡ് യുവർ ലൈഫ്? യെസ്, 100% യെസ്. പിന്നെ കോളേജിലെ അസൈൻമെന്റ് അല്ലെങ്കിൽ ആ സമയത്ത് ഗൂഗിൾ ഇല്ലെങ്കിൽ ഞാൻ പോട്ടറായാണ്. അതില്ലോണ്ട് മാത്രമാണ് ഞാൻ പാസ്സായത്. ഗൂഗിൾ സെർച്ച് ചെയ്യാൻ അറിയാത്ത പൊട്ടന്മാരുണ്ട്. Pressure makes me sharper. Obviously 100%. Yes. Okay. Do you ever delay things till the last minute? Do you still delay things till the last minute? Yes. Okay, good. ഈവൻ ഈ ഒരു പോഡ്കാസ്റ്റ് വരെ ലാസ്റ്റ് മിനിറ്റിലാണ് ഞാൻ ഇത് എന്തിടണം അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പ്രിപ്പയർ വരെ ചെയ്തത്. Okay. You pretend to listen in long meetings. സത്യം. മനസ്സിലിറങ്ങുക, ഞാൻ വെച്ച കണ്ണു പറഞ്ഞിരിക്കും. ഓക്കെ, സോ യു ഹാവ് റിപ്ലൈഡ് നോട്ടഡ് വിതൗട്ട് റീഡിങ് ഫുള്ളി. Yes. Many times. I know. Okay. Ever came a thought like, why did I say yes to this? ഞാൻ എന്തിന് ഞാൻ യെസ് പറഞ്ഞത് തോന്നിയില്ല? ഞാൻ ചിന്തിച്ചിട്ടേ പറയത്തുള്ളൂ. യെസ് ഒക്കെ പറയുമ്പോൾ ചിന്തിച്ചിട്ടേ പറയുള്ളൂ. ഓക്കെ, ഫൈൻ. മൾട്ടി ടാസ്കിങ് ഇസ് ഓവർ റേറ്റഡ്? എന്തിനീ മൾട്ടി ടാസ്കിങ് എംപ്ലോയീസിനെ കൊണ്ട് നമുക്ക്? ഇത് റാപ്പിഡ് ഫയർ അല്ലേ? ഇതെന്താ ഇത്ര സമയം? നോ, ഓവർ റേറ്റഡ് അല്ല. ഓക്കെ, ബെസ്റ്റ് ക്വസ്റ്റ്യനാ. ഹയർ സ്ലോ ഓർ ഫയർ ഫാസ്റ്റ്? അയ്യോ, ഹയർ സ്ലോ ഓർ ഫയർ ഫാസ്റ്റ്? ഫയർ ഫാസ്റ്റ്. പെട്ടെന്ന് എല്ലാവരും. ഓക്കെ,
യു എൻജോയ് പ്രഷർ? നോ. പ്രഷർ പറ്റില്ല. ഓക്കെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് രണ്ടുപേർക്കും കോമൺ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ആസ് എ CEO, ഐ സ്ലീപ്പ് പീസ്ഫുള്ളി എവറി നൈറ്റ്. യെസ്, സോ ഷുവർ. നോ പ്രഷർ. നോ പ്രഷർ. CEO ആയിട്ട് ഞാൻ പുഷ്പം പോലെ തുടങ്ങും. പിന്നെ അല്ലാതെ പിന്നെ അതല്ലാതെ പിന്നെ നമ്മൾ ഈ CEO എന്ന് പറയുന്ന സാധനം അതൊരു തെറ്റായ ചിന്തയാണ്. അതായത് ഒരു കമ്പനി തുടങ്ങി കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റാണ്ട് ഓടുക ചാടുക. ഞാൻ ഇഷ്ടം പോലെ റീൽസ് കണ്ടിട്ടുണ്ട്. കമ്പനി ഓണേഴ്സ് അല്ലെങ്കിൽ CEO എന്ന് പറയുമ്പോൾ ഉറങ്ങുമ്പോഴും തല വർക്ക് ചെയ്യണം, ഇല്ലില്ല, ഏത് രാത്രിയും തല വർക്ക് ചെയ്യണം. ഏറ്റവും വലിയ ഇപ്പൊ പറഞ്ഞ സാധനം ഫറമൻ റൈറ്റ്, ഏറ്റവും വലിയ ഡിമോട്ടിവേഷൻ ഒന്നാണ്. അതായത് ആ റീല് കംപ്ലീറ്റ്ലി അത് റോങ് ആണ്. അതായത് പ്രോപ്പർ ആയിട്ടുള്ള ടീം ഇല്ലാത്തതുകൊണ്ട് ഉറങ്ങാൻ പറ്റാത്തത്. അതായത് അടുത്ത ലീഡേഴ്സിന് ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് ചെയ്യാൻ പറ്റാത്തത്. അതായത് ഞാനിപ്പം ഫോർ എക്സാമ്പിൾ നൈറ്റിലൊക്കെ ഞാൻ ഒരുപാട് റീൽസ് കാണാറുണ്ട്. ഒരുപാടില്ലെങ്കിലും റീൽസ് കാണാറുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിചാരിക്കും വലിയ വലിയ ആൾക്കാർ അല്ല. എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഓഡിയൻസ് ഉണ്ട്. അതായത് എനിക്ക് ഹാഷിറേൻ്റെ വീഡിയോ ഇഷ്ടമാണ്. അതുപോലെ എനിക്കിപ്പം റീസെൻ്റ്ലി ഈ കോട്ടൊക്കെ പണ്ട് കാലത്തേ ഉണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞു കേട്ടത് നമ്മളെ സൈലത്തിലെ ഡോക്ടർ അനന്തു പറഞ്ഞപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളെ കൂട്ടത്തിലുള്ള അല്ലെങ്കിൽ നമ്മളെ കൂടെയുള്ള ആൾക്കാർ ആവറേജ് ആയിരിക്കും നമ്മൾ. ലൈക്ക് ആ കോട്ട് കേട്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അതായത് അത് പറഞ്ഞു വരാനുള്ള കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഞങ്ങളെ കൂട്ടത്തിൽ ആവറേജ് ആവുമ്പം അതിലെ മാറ്റങ്ങൾ എനിക്കുണ്ട്. അതുപോലെ ഞാൻ ഇത്രയും കാലം മോശമായി എന്നല്ല മീൻ ചെയ്തത്. ലൈക്ക് എവറി ഡേ ഞാൻ മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെ നല്ല കൂട്ടത്തിലെത്തുമ്പം ആ ചേഞ്ചസ് നമുക്കുണ്ടാവും. ഇപ്പം എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫറാന് BMW ഉണ്ട്. ഫറാന് BMW ഉണ്ട്. അതായത് ഒരു സാധാരണക്കാരനായ ഒരു അച്ഛൻ്റെ മകൻ, അതായത് വളരെ സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ഒരു അച്ഛൻ്റെ മകൻ ഇന്നിവിടെ എത്തുന്ന സമയത്ത്, ഒരു CEO എത്തുന്ന സമയത്ത് ഇതിൽ കുറേ ബാക്ക്ഗ്രൗണ്ട്സിൽ കുറേ കാര്യങ്ങൾ കണക്റ്റഡ് ആയി പോകുന്നുണ്ട്. അത് എനിക്ക് റിലേറ്റബിൾ ആണ്. അതായത് ഈ സെയിൽസുള്ള പണി എന്നും സെയിൽസ് പണിയാണ് എനിക്കുള്ളത്. അല്ല, ഇന്നത്തേക്ക് ആ ചേഞ്ച് വരുത്തി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറി, കൂടുള്ള ആൾക്കാർ, അതായത് ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് മാറി എന്നല്ല, കൂടുള്ള ചുറ്റുവട്ടം മാറി. BMW സ്വപ്നം കാണാൻ പറ്റുമെന്ന് എന്നെ പഠിപ്പിച്ചത് ഫർഹാനായിരുന്നു. അതായത് നമ്മളെ കൂടുള്ള ആൾക്കാർ എത്തുമ്പോഴാണ് നമുക്കത് എത്താൻ പറ്റുന്നുണ്ടാവും. അത് അങ്ങനെയാണ്. അതെനിക്ക് മനസ്സിലായത് നമ്മളെ കൂട്ടത്തിൽ ഒരാൾ അതിലെത്തുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിലെത്തും. കമ്മിങ് ടു ദ ക്വസ്റ്റ്യൻ, നല്ലൊരു ടീമുണ്ട്, അവർക്ക് നമ്മൾക്ക് ട്രസ്റ്റ് ഉണ്ട്, അവരുടെ ഡ്യൂട്ടി ചെയ്യും, പ്രശ്നമൊന്നും വരുത്തിക്കില്ല എന്ന് ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഉറങ്ങുമ്പോഴും തല വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഉറക്കുക എന്ന് പറഞ്ഞാൽ ബോഡിന്റെ റെസ്റ്റാ. ആ സമയത്തും നേരത്തെ പറഞ്ഞ നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമ്മൾ കൊണ്ടുവരാൻ വിചാരിച്ചിട്ടുള്ളൊരു കാര്യം അതാണ്. അതായത് പലരും ട്രെയിനിങ് കൊടുക്കുന്നത് സ്പോക്കൺ ഇംഗ്ലീഷ്, സ്കിൽ ട്രെയിനിങ്സ് അഡീഷണലി കൊടുക്കുന്നുണ്ടാവും. നമ്മളെങ്ങനെ സ്ട്രെസ് ഫ്രീ ആയിട്ട് എങ്ങനെ ചിന്തിക്കണം, ബ്രെയിനിനെ എങ്ങനെ പഠിപ്പിക്കണം. ബ്രെയിന് പഠിപ്പിക്കുന്ന ഒരു സാധനമുണ്ട്. അതായത് പല രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മളെ ബ്രെയിന് എപ്പോഴും ഒരു പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എവറി ടൈം ബ്രെയിൻ അത് യൂസ്ഡ് ആവും. പിന്നെ എവറി ടൈം നമ്മളത് പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. ഇതെങ്ങനെയാണ് ചെയ്യാണ്ടിരിക്കേണ്ടത്, ഇതിൻ്റെ റൈറ്റ് വേ എങ്ങനെ പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യാണ്ടിരിക്കണം, എങ്ങനെയാണ് പ്രോപ്പർലി ഒരു ഡിസിഷൻ എടുക്കണം, എങ്ങനെയാണ്. ഞങ്ങളുടെ സ്റ്റോറി പറഞ്ഞു. ഈ സ്റ്റോറിയിൽ എൻറ്റയർലി ഞങ്ങൾ പോസിറ്റീവ് സൈഡാണ് പറഞ്ഞത്. ഇതിന് നെഗറ്റീവ്സ് ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ഞങ്ങൾക്കുണ്ടായ നെഗറ്റീവ്സൊക്കെ ഫൈനാൻഷ്യലിയാണ്. ഒരു ബിസിനസ് തുടങ്ങുന്നതിൻ്റെ ഒരു ഫൈനാൻഷ്യൽ ട്രബിൾസാണ്. എല്ലാത്തതൊന്നും ഞങ്ങൾക്ക് നെഗറ്റീവ് അല്ല, പോസിറ്റീവ്. എന്ത് വന്നു കഴിഞ്ഞാലും നാളെ അതായത് ഇന്നലെ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മുന്നോട്ടില്ല. നാളെ ആ നാളെയാണ് ഞങ്ങളെ പല പ്ലാൻസും. ഓക്കെ. സോ വൈൽ വൈൻഡിങ് അപ്പ് ദ സെഷൻ, ഞാൻ സ്റ്റാർട്ടപ്പിനെ പറ്റി മനസ്സിൽ ചിന്തിച്ചിട്ടുമില്ലാത്ത ആളായിരുന്നു. പക്ഷെ ഐ ഫീൽ ലൈക്ക് ഓക്കെ, അപ്പം നാളെ വേണമെങ്കിൽ എനിക്കൊരു സ്റ്റാർട്ടപ്പൊക്കെ തുടങ്ങാം. പക്ഷെ നമ്മുടെ മെന്റൽ ഇതുകൂടി എന്താ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ, അതിൽ 100% ഐഡിയയിൽ. അതായത് ഇപ്പം ഒരു പ്ലാൻ ഉണ്ട്, എന്നാൽ ചെയ്യാം. ഇപ്പോൾ ഒരു പ്ലാൻ ഉണ്ട്, ഇത് ചെയ്യാം. ഇങ്ങനെയല്ല. 100 പ്ലാനോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 10 പ്ലാനിൻ്റെ ഒന്നേ എടുക്കാൻ പാടുള്ളൂ. അതാണ് അതിൻ്റെ റേഷ്യോ. 10 പ്ലാൻ വരും, അതിൻ്റെ അകത്ത് ഒന്ന് സെലക്ട് ചെയ്യുക. ഒരു പ്ലാൻ വരും, അതൊന്നും സെലക്ട് ചെയ്യരുത്. അതുപോലെ ഫ്രണ്ട്ഷിപ്പ് യൂസ് ചെയ്തുകൊണ്ട് കോ-ഫൗണ്ടേഴ്സിനെ സെലക്ട് ചെയ്യരുത്. സ്കില്ല് യൂസ് ചെയ്തുകൊണ്ട് കോ-ഫൗണ്ടേഴ്സിനെ സെലക്ട് ചെയ്യുക. നമ്മൾ കോ-ഫൗണ്ടേഴ്സ് ഫ്രണ്ട്സ് ആണ്, ബട്ട് വി സെലക്ടഡ് ഓൺ ദ ബേസിസ് ഓഫ് സ്കിൽസ്. ഓക്കെ. സോ ആൻഡ് സെക്കൻഡ് തിങ് ഇസ് വി ആർ വെരി ഹാപ്പി ദാറ്റ് നിങ്ങൾ സമാധാനത്തോടെ കിടന്ന് ഞങ്ങളെ വിശ്വസിച്ച് കിടന്ന് ഉറങ്ങുന്നുണ്ട് എന്നറിയുന്നത്. വി ആർ വെരി ഹാപ്പി. ആൻഡ് സോ ദിസ് ഇസ് നോട്ട് ദ എൻഡ് ഓഫ് ദി സെഷൻ. ഇത് ഇങ്ങനെ ഒരു സെഷൻ്റെ എൻഡൊന്നും അല്ല, ബട്ട് വി വിൽ ബി ബാക്ക് വിത്ത് മോർ ആൻഡ് മോർ ഡിസ്കഷൻസ്. കോസ്റ്റ്യൂം മാറുന്നു മാത്രമേ ഉള്ളൂ. വി വിൽ ബി ദ സെയിം. ആൻഡ് ചിലപ്പോൾ കൂടുതൽ നിങ്ങൾ ഇൻസ്പയർ ചെയ്യാനായിട്ടുള്ള പുതിയ ആളുകളും നമ്മളെ ജോയിൻ ചെയ്യും, ഇല്ലേ?
ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ഔട്ട് തരേണ്ടത് ഇയാളാണ്. അതെ അതെ, ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇതിന്റെ കൂടെ കുറെ ആൾക്കാർ നമ്മളെ കൂടെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. യെസ് ഓക്കെ ടൈമിന് കിട്ടിക്കോ, ഈ റീല് ടൈമിന് കിട്ടിക്കോളണം. അതെ, അത്രേ ഉള്ളൂ. അതാണ് ഞങ്ങളുടെ വിശ്വാസം, അത് കറക്റ്റ് ആയിട്ട് വരും. ഇല്ലട്ടോ. Okay, so we are winding up the session. Thank you so much. Thank you so much.